അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതൊരു മറുപടി വീഡിയോ ആണ്. മറുപടി പറയുന്ന വീഡിയോയുടെ ടൈറ്റില് ഈ അനിൽകുമാർ അയ്യപ്പൻ എന്ന ഒരു അപ്പോളജിറ്റ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വീഡിയോ. ഇറക്കിയ വീഡിയോയുടെ ടൈറ്റില് അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും രക്ഷിക്കാൻ നടക്കുന്ന നവനാസ്തികർക്ക് മറുപടി എന്നാണ് ആ ഇറക്കിയ വീഡിയോന്റെ ടൈറ്റിൽ. നമ്മൾ ഇറക്കിയ വീഡിയോയ്ക്കാണ് നമ്മൾ ഇവിടെ മറുപടി പറയാൻ പോകുന്നത്. ഇത് നവനാസ്തികർക്ക് പറ്റിയാണല്ലോ ഇത്. പിന്നെ അവരല്ലേ മറുപടി പറയേണ്ടത്, നമ്മൾ തന്നെ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചാൽ അതിനകത്ത് ആ ഒരു വാക്ക് വന്നതുകൊണ്ടാണ്. അതായത് അള്ളാഹുവിനെയും മുഹമ്മദിനെയും രക്ഷിക്കാൻ നടക്കുന്ന നവനാസ്തികർ എന്ന് പറഞ്ഞതുകൊണ്ട് ആ വിഷയം തൊട്ട് അള്ളാഹുവിനെയും മുഹമ്മദിനെയും രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ, എന്താണ് ആക്ച്വലി ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താണ്, അതൊക്കെ നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോയിൽ തന്നെ ഇസ്ലാമിൻ്റെ ചില വിഷയങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിനും കൂടെ ചേർത്ത് മറുപടി പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പം ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ അറിയാത്തവർക്ക് ഈ സോഷ്യൽ മീഡിയയും ക്ലബ് ഹൗസും ഇങ്ങനെയുള്ള അപ്പോളജിറ്റ് മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാത്തവർക്ക് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ. അനിൽകുമാർ അയ്യപ്പൻ ആരാന്നുള്ളത് പറയാം. അപ്പോളജിറ്റ് എന്നുള്ള രീതിയിലാണ് അവരെ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. പല ഗ്രൂപ്പുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്, പിന്നെ ബ്ലോഗുകളുണ്ട്, ക്ലബ് ഹൗസുകളുണ്ട്. അങ്ങനെ ഓരോരോ സംഘടനയുടെ പേര് അവർക്കുണ്ട്. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സാക്ഷി എന്ന് പറയും, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകർ എന്ന് പറയും. ഇങ്ങനെ പല പല പേരുകളിൽ ഒരു ഗ്രൂപ്പായിട്ടിരുന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുക അല്ല, ഇസ്ലാമിനെ അവഹേളിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട. ഈ അപ്പോളജിറ്റ് എന്ന് പറയുന്നതിന് അവർ ഉദ്ദേശിക്കുന്നത് ഈ കള്ളവും ഇല്ലാത്തതും ഇസ്ലാമിനെ കുറിച്ച് പടച്ചുണ്ടാക്കി അത് മാക്സിമം പ്രചരിപ്പിക്കാം. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് സാധാ ജനങ്ങളിലും മുസ്ലിങ്ങളുടെ ഇടയ്ക്കും മറ്റു ജനങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണ പരത്തി അവരുടെ മതം രക്ഷിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എം അക്ബർ പോലെയുള്ള ആൾക്കാർ കുറച്ച് നാൾ മുമ്പ് ഇവിടെ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ വിശ്വാസത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്ത് ഒരുപാട് ക്രിസ്ത്യൻ ആളുകൾ അത് മനസ്സിലാക്കി അത് മതം വിട്ടുപോയി. അപ്പം അതിൻ്റെ ദേഷ്യം എന്നുള്ള രീതിയിൽ അവർക്ക് തീർക്കാനായിട്ട് അവർ നോക്കിയപ്പോഴത്തേക്ക് തിരിച്ചു പറയാൻ ഇതിനകത്ത് മോശമായിട്ടൊന്നുമില്ല ഇസ്ലാമിൽ. അപ്പോൾ പിന്നെ കള്ളം പറയുക എന്നുള്ളത് ഈ വെസ്റ്റേൺ ഓറിയന്റലിസ്റ്റിന്റെ പണ്ട് മുതലേ ഉള്ള അവരുടെ ഒരു ശൈലിയാണ്. ഇല്ലാത്തത് പറയുക, അതിൽ മാക്സിമം ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രവാചകനെ മോശക്കാരനായി ചിത്രീകരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മേജർ അജണ്ടയാണ്. ലോകം മൊത്തം പ്രവാചകന്റെ ജീവിതചര്യ കണ്ട് ഇസ്ലാമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നലെയൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചെറിയ ഹദീസ് കണ്ടതിന്റെ പേരിൽ ഒരു ചെറിയ ഇൻഫർമേഷന്റെ പേരിൽ കരഞ്ഞുകൊണ്ട് മുസ്ലിം ആവുന്ന ആൾക്കാരാണ് കണ്ടത് പ്രവാചകന്റെ ചര്യ കണ്ടിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞത് അവസാനം ഒരു ലേഡിയുടെ ഒരു ടെസ്റ്റ് മണി കേട്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ മാറി വന്ന ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് മാറി വന്ന ഒരു ലേഡി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവാചകന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓരോന്നും എല്ലാം എവറിത്തിങ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പ്രവാചകന്റെ അവസാന നാളുകളിൽ സുഖമില്ലാതായി മരിക്കുന്നതിന്റെ ഒരു 2-3 ദിവസം മുമ്പ് കൈ താങ്ങോട് കൂടി നടക്കുക സഹാബികളുടെ സഹാബികൾ താങ്ങി നടക്കേണ്ട ഒരു സ്റ്റേജിൽ 2 ദിവസം കഴിഞ്ഞ് വഫാത്താവുകയാണ്. ആ സ്റ്റേജിൽ ഉള്ളപ്പോൾ അദ്ദേഹം പ്രവാചകൻ വിഷമിച്ചു പറയുന്നുണ്ട്, ഐ മിസ് മൈ ബ്രദേഴ്സ്, എന്റെ സഹോദരങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പം കൂടെയുള്ള സഹാബികൾ ചോദിക്കുന്ന സഹോദരൻ അവരായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടല്ലോ പ്രവാചകരെ, ഞങ്ങൾ താങ്കളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ മിസ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സഹാബികളാണ്, നിങ്ങൾ എന്റെ ബ്രദേഴ്സ് എന്നല്ല, എന്റെ കൂടെ സന്തത സഹചാരികൾ എന്നുള്ള രീതിയിൽ എന്നെ കണ്ട് എന്റെ കൂടെ തന്നെ ജീവിച്ച ആൾക്കാരാണ് സഹാബാക്കൾ, സഹചാരികൾ, കൂട്ടുകാർ എന്നുള്ള രീതിയിൽ, ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, എന്റെ കൂടെ ജീവിച്ച ആൾക്കാരാണ്. ഞാൻ ഉദ്ദേശിച്ചത് വരാനിരിക്കുന്ന തലമുറ എന്നെ വിശ്വസിക്കും, പക്ഷെ എന്നെ അവരെ കണ്ടിട്ടുണ്ടാവില്ല, എന്നെ കാണാതെ വിശ്വസിക്കും, അവരെയാണ് ഞാൻ സഹോദരന്മാരെന്ന് വിചാരിച്ച് എന്നെ വിളിച്ചത്, അവരെ ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലേഡി കരഞ്ഞു പോകുന്നുണ്ട്. അപ്പം എങ്ങനെ ഇത്ര ഒരു മനുഷ്യൻ തന്നെ വിശ്വസിച്ച് പിന്നീട് വരുന്ന ആൾക്കാർ മരണസമയത്ത് പോലും അവരെ ഓർത്ത് ദുഃഖിക്കുന്നു, അവരെ ഞാൻ വിട്ടുപിരിയുന്നല്ലോ എന്ന് ദുഃഖിക്കുന്ന ഒരു പ്രവാചകന്റെ ഓരോ ചലനവും ഓരോ വാക്കും ഓരോ ആക്ഷനും മാതൃകാപരമാണ്. അത് നമ്മുടെ മനസ്സിൽ തൊടും. അത് കണ്ടിട്ട് ആയിരക്കണക്കിന് 100 ആൾക്കാർ ഈ റംസാൻ മാസമായിട്ട് അമേരിക്കയിൽ നിന്നാവട്ടെ പലയിടത്തും ജപ്പാൻ എല്ലായിടത്തും ഷഹാദ പറയുന്നതും നോമ്പ് കണ്ട് ആശ്ചര്യപ്പെട്ട് അത് ഒരു സൈഡിൽ അന്ന് ആ മാസങ്ങളിൽ കൂടുതൽ പേര് ഷഹാദ എടുക്കുന്നു. ഇങ്ങനെയെല്ലാം നടക്കുമ്പോഴത്തേക്ക് ഇത് ഇന്നല്ല കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടും ഖുർആന്റെ മാസ്മരിക ശക്തി കൊണ്ടും അതിന്റെ സൗന്ദര്യവും അതിനകത്തുള്ള ഉപദേശങ്ങളും കണ്ട് ഏതൊരു നല്ല മനസ്സുള്ള ആ ഗ്രന്ഥത്തോട് അടുത്ത് വന്നാലും മനസ്സിനെ അത് തൊടും. കപട ഉണ്ടാകുന്നതേ കപടതയും അഹങ്കാരവും
ഇല്ലാത്ത മനസ്സ് ആര് വായിച്ചാലും അത് മനസ്സിനെ തൊടുന്ന ദൈവിക ഗ്രന്ഥമായതുകൊണ്ട് തൊടും. അതുപോലെ തന്നെ പ്രവാചകന്റെ ജീവിതം എത്ര നിസ്തുല്യമായിരുന്നു, എത്ര ശുദ്ധമായ ജീവിതമായിരുന്നു. അത് നമ്മളൊരു മറ്റൊരു വീഡിയോ പരമ്പര ചെയ്യുന്നുണ്ട്. കൊടുത്തോട്ടത്തിന് മറുപടി എന്ന രീതിയിൽ കൊടുത്തോട്ടം നിങ്ങൾ ഒരു 5 നന്മ അല്ലെങ്കിൽ 10 നന്മ പ്രവാചകന്റെ പറയുക എന്ന് KK നൗഷാദുമായിട്ട് നടന്ന ഒരു സംഭവത്തിൽ ചോദിച്ചപ്പോൾ അപ്പൊ അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വിചാരണ ചെയ്തുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി എന്നുള്ള രീതിയിൽ 12, 13 ഭാഗങ്ങൾ നമ്മൾ ഇറക്കി കഴിഞ്ഞു. പ്രവാചകന്റെ മാതൃക, ഓരോന്ന് മാതൃക 20-25 മിനിറ്റ് ഒരു മാതൃക എടുത്തിട്ട് അതിനകത്ത് കുറെ തെളിവുകൾ, സംഭവങ്ങൾ, ഹദീസ് നമ്പർ, ഖുർആൻ ആയതെല്ലാം ഉൾപ്പെടെ അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ചാനലിൽ അത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് കാണാം. ഒരു 12 ഭാഗങ്ങളായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു പോകുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് മറുപടി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പ്രവാചകനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അതിൻ്റെ ആ ജീവിതത്തിന്റെ സൗന്ദര്യവും അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ ഈ അപ്പോളജറ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടും ആളുകളുടെ ഇടയ്ക്ക് ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാക്കാനായിട്ടും എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ശരിയായ കാര്യങ്ങളല്ല, അവഹേളിക്കുന്ന രീതിയിൽ എപ്പോഴും അവർ വായിന്ന് വരുന്നതെല്ലാം വളരെ മോശമായ വക്രീകരിച്ച് പറയുക, വാക്കുകൾ പോലും അള്ളാഹു എന്നുള്ളതിനെ വേറെ മാതിരി വക്രീകരിച്ച് പറയുക, ഇങ്ങനെ അതായത് വെറുപ്പ് കൊണ്ട് മാത്രം. അപ്പൊ ഈ പറയുന്ന ഈ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ആളിന് തന്നെ തള്ളാഹു എന്നുള്ള ഒരു ഫേക്ക് ഐഡി തന്നെ ഉണ്ട് ഫേസ്ബുക്കിൽ, പുള്ളി തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് അനിൽകുമാർ അയ്യപ്പൻ ആരാണെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ വെറുപ്പ് കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടര് ആൾക്കാർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആ സൗന്ദര്യത്തിൽ ആൾക്കാർ മാറുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ അപ്പുറത്ത് ക്രിസ്ത്യാനിറ്റികളൊന്നും പറയാനില്ല. അവർക്ക് ആ ഒരു ദൈവ സിദ്ധാന്തം, തൃത്വം എന്നുള്ള ഒരു ന്യൂഡൽ സ്വരത്തിലാണത്. അത് നിങ്ങൾ ഫേസ്ബുക്കിലും ഇതിലൊക്കെ കണ്ടറിയാം എത്ര കഷ്ടപ്പെടുന്നു അവർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പൊ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കി അത് ഇവിടെ നിന്ന് വിട്ടുപോകുന്നു. ഏകദൈവ സിദ്ധാന്തം, ശുദ്ധമായ ഏകദൈവ സിദ്ധാന്തം ഇസ്ലാമിലുണ്ട് എന്നുള്ള മനസ്സിലാക്കി ആൾക്കാർ അവിടെ നിന്ന് വിട്ടുപോകുമ്പോഴത്തേക്ക് അവർക്കതൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇതിനെ കണ്ട് അസൂയ പൂണ്ടിട്ട് ഈ ഇസ്ലാം മതത്തിലേക്ക് ആൾക്കാരെ പോയിരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യുക, ചെളിവാരി അറിയാന്നുള്ള ആ പണിയാണ്. അതാണ് അപ്പോളജിറ്റ് പണി എന്ന് പറഞ്ഞാൽ ദൂരെ മാറി നിന്ന് ചെളിവാരി ദേഹത്തെറിയുക എന്നുള്ള ഒരു ചെയ്യുന്ന ഒരു അജണ്ട ചെയ്യുന്ന ആൾക്കാരാണ് ഈ അപ്പോളജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ണിയാണ് ഈ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്നതും. അങ്ങനെ കുറെ ഒരു ഗ്രൂപ്പൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഒരു ഗ്രൂപ്പ് ഇവരൊക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കള്ളമാണ് ഇവരുടെ ബേസ്, വ്യാജം പ്രചരിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഇവർ പറയുന്നത് ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇസ്ലാമിനെ എതിരെ തെറ്റിദ്ധരിപ്പിക്കുക, ആൾക്കാരെതിരെ വിഭാഗീയത സൃഷ്ടിക്കുക, ആ പേരും പറഞ്ഞാൽ കുറച്ച് യൂട്യൂബ് വരുമാനങ്ങൾ ഉണ്ടാക്കുക ഇത് പറഞ്ഞ് എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിലും ക്ലബ് ഹൗസിലൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് ഒരു മാന്യമായ സംസാരമില്ലാതെ വരുന്ന അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്ന ആൾക്കാരെ അവഹേളിച്ച് എന്ത് സബ്ജക്ട് സംസാരിക്കാൻ പോലും അതിനകത്ത് പ്രവാചകന്റെ എടുത്ത് വെച്ചിട്ട് അതിനെ അവഹേളിക്കുക. നമ്മൾ അവർ പറയുന്ന ആ ചോദ്യങ്ങൾക്കെല്ലാം മാന്യമായിട്ട് നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തെല്ലാം പ്രവാചകനെതിരെ പറയുന്നു, ഒന്ന് അത് ആധികാരികമായ പ്രമാണങ്ങൾ ഇല്ലാത്തതായിരിക്കും, തെറ്റായ ഹദീസുകളായിരിക്കും, അതെടുത്ത് വെച്ച് ചെയ്യും. രണ്ടാമത്തത് വക്രീകരിച്ച് തെറ്റിച്ച് അവർ തന്നെ പറയും. ഇത്രേ ഉള്ളൂ. ഈ 2 ബേസിസിലാണ് ഇവരുടെ ചോദ്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇവർ കാണിക്കുന്നത് ഞങ്ങൾ എന്തോ എയറിലാക്കി, അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെ ഞങ്ങൾ എയറിലാക്കി എന്ന് അഹങ്കാരവും അഹംഭാവം നടിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് തൊലിക്കട്ടി അപാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പേര് ക്രിസ്തീയ വിശ്വാസ പ്രതിരോധർ എന്ന് പറയും, ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നൊക്കെ പറയും. വെച്ചാൽ ബൈബിളിനെ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഗ്രൂപ്പാണ് ഇവർ, അതായത് വൃത്തികെട്ട ബേസിസിൽ വന്ന ഈ ഗ്രൂപ്പ് ചെറുതാണ്. പക്ഷേ ഇതിനെതിരെ ഒരുപാട് ക്രിസ്ത്യൻസ് ആൾക്കാർ തന്നെ എതിർത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല ഒരു സത്യ സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ മതം എത്തിച്ചു കൊടുക്കുന്ന ഈ രീതി ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജിഹാദികളാക്കും, അവർ മുസ്ലിം വന്ന് പൈസ മേടിച്ച ആൾക്കാരാക്കും. ഇവർ തന്നെ ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യനീന്ന് ഔട്ടാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ ഇവർ വിശ്വാസ പ്രതിരോധം എന്ന് വിളിക്കുന്നതിനെ വിശ്വാസിക്കുന്ന ആൾക്കാരെ ഓടിച്ചുവിടുക എന്നുള്ള ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഇവരെ കാരണം ഒരുപാട് പേര് ഇവർ തന്നെ മുദ്ര കുത്തി ഇവരൊന്നും ക്രിസ്ത്യൻസ് അല്ല. അത് ഈ ഒരു കൾട്ട്, ഇവരെന്ത് പറയുന്നു അതാണ് ശരി, ഇവർ എന്ത് തോന്നിയ ദിവസം കാണിക്കുക, അത് ബൈബിളിനകത്തുണ്ടെന്ന് പറയും. ഞങ്ങൾ ഈ കാണിക്കുന്ന ഇത് ഈ വൃത്തികേടുകൾക്കെല്ലാം ബൈബിളിന്റെ തെളിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം ഇവർ ക്രിസ്ത്യാനികളാണോ എന്നുള്ളത് മറ്റുള്ള ആൾക്കാരാണ്, മറ്റുള്ള ക്രിസ്ത്യാനികളാണ് തീരുമാനിക്കുന്നത്. അവരല്ലാന്ന് തന്നെയാണ് പല മാന്യമായ ക്രിസ്ത്യൻസ് പറഞ്ഞത് ഇവർ ശരിയല്ല, ഇവരുടെ രീതി ശരിയല്ല, ഇവർ പറയുന്നത് ശരിയല്ല, ഇവർ ക്രിസ്ത്യാനികളുടെ ആ ഒരു ഇതിലല്ല അവർ ചെയ്യുന്നത് എന്നുള്ളത് ബാക്കി ക്രിസ്ത്യൻസ് തന്നെ ഇവർ മുദ്രകുത്തി തള്ളിയ ആൾക്കാരാണ് ഇവർ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ തള്ളിയ ആൾക്കാരാകുമ്പോഴത്തേക്ക് അവർ എന്തും പറയും. അവർ നാക്കിന് എല്ലില്ല എന്നുള്ള രീതിയിൽ ഏത് വൃത്തിയോടും പറയാം, ആരെയും അധിക്ഷേപിക്കും. അവിടെ മുമ്പിൽ കുറുക്കെ വരുന്ന ആരെയും അവർ പറയുന്നത് അതേ കണക്ക് കേട്ട് ആ റൂമിൽ ഇരുന്നില്ലെങ്കിൽ അവനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യും, അവന്റെ മതത്തിന്റെ ആചാര്യന്മാരെ അറ്റാക്ക് ചെയ്യും. അവർ ഇങ്ങനെ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പുകളാണ് ഈ ആരായ അപ്പോളജിറ്റുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ ഡിഫെൻഡ് ചെയ്യാൻ വന്നതാണ്. ഒരാളെ പോലും ഒരു ക്രിസ്ത്യൻ വിമർശന റൂമിൽ ഇവരെ കാണില്ല ഡിഫെൻഡ് ചെയ്യാൻ. മുസ്ലിങ്ങൾ ഒരുപാട് ഗ്രൂപ്പ് ഇടുന്നുണ്ട്, ഒരാളും ഇത് തിരിഞ്ഞു പറയും. അനിൽകുമാർ അയ്യപ്പനാവട്ടെ അല്ലെങ്കിൽ അയാളുടെ ശിങ്കടികളായ ആരാണെങ്കിലും, ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ മെയിൻ ആൾക്കാരാവട്ടെ, അതിന്റെ അടുത്ത ലെവലിലിരിക്കുന്ന ആൾക്കാരാവട്ടെ, ആരും തിരിഞ്ഞു പോലും നോക്കില്ല. ഒരു എന്താണ് തൃത്വം എന്ന് പറയാതെ പറയത്തില്ല. യേശുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് എന്ത് പറയുന്നില്ല, യഹോവയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഇവരെ വരില്ല.
അതുപോലെ ചില ഹിന്ദു റൂമുകളും ക്ലബ് ഹൗസിൽ ഓടുന്നുണ്ട്. അതിനകത്തും അവർ വളരെ വസ്തുതാപരമായിട്ട് ബൈബിൾ വചനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വിമർശിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഡോക്ടറിനെ, ക്രിസ്ത്യൻ ഡോഗ്മായ, യഹോവയെ, അതിനകത്തുള്ള ക്രൂരതകളെ, ബൈബിളിലുള്ള അശ്ലീലങ്ങളെ, യേശു ചെയ്ത ക്രൂരതകളെ, ഇതൊക്കെ അവർ പറയുമ്പോഴത്തേക്ക് ഇവരവിടെ ഒന്നും പോകാറില്ല. പക്ഷെ പോയിട്ടുണ്ട്. ഒരു വട്ടം നമ്മൾ കണ്ടപ്പോൾ അതിനകത്ത് എബൻ എന്ന് പറയുന്ന ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ഒരു മെയിൻ മോഡറേറ്ററുള്ള ഈ ഹിന്ദു റൂമിൽ പോയി. ഇപ്പൊ നമ്മൾ വളരെ സന്തോഷിച്ചു. ശരി, വന്ന് ഇപ്പൊ ഡിഫെൻഡ് ചെയ്ത് കളയും, വലിയ ടോപ്പ് ലെവലുള്ള അപ്പോളജിറ്റ് ആണല്ലോ, എന്ത് പറയുന്നത് നോക്കാം. യേശു ചെയ്ത ക്രൂരതകളും യഹോവ ചെയ്ത ക്രൂരതകളും ബൈബിളിലുള്ള ശീലങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ആൻസർ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിച്ച് വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞെന്താണെന്നറിയാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വിമർശനം നടത്തുന്നത്? നിങ്ങൾ മുസ്ലിം വിമർശനം അല്ലേ നടത്തേണ്ടത്? ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മെനക്കെട്ട് വന്നിരുന്ന് ഇത്ര നാൾ വരാതെ തല കാണിച്ച് പതുക്കെ പൊന്തിന്ന് പുറത്തിറങ്ങി ഇതിനകത്ത് കയറിയിട്ട് ഇപ്പൊ ഡിഫെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ച് വിശ്വാസ പ്രതിരോധകരല്ലേ ഇപ്പൊ പ്രതിരോധിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ മുസ്ലിം വിമർശനമാണ് ചെയ്യേണ്ടത്. അതാണ് അപകടം. അവർ ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുത്തു, ഇതെല്ലാം ബൈബിളിൽ നിന്നാണ്, ഈ ലോകത്തിന്റെ എല്ലാ മോശമായ കാര്യങ്ങളും ഉണ്ടായത് ഈ ബൈബിൾ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമൊക്കെ അതിൽ നിന്ന് വന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മതത്തിൽ ശിശുവിനെ അടിച്ചു കൊല്ലണമെന്ന് യഹോവ പറയുന്നത്, അവരിതിനകത്ത് യുദ്ധത്തിൽ പോയി കുട്ടിയുടെ മെച്യൂരിറ്റി നോക്കി ശിശുക്കളെ ഒഴിവാക്കി ആണ് ശിക്ഷിച്ചത് യുദ്ധത്തിന് വന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം വളരെ മോളാണ് എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു വിട്ടു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇവരുടെ പരിപാടി. ഒരു വിശ്വാസം ഒരു പ്രതിരോധിക്കുന്നില്ല. ഇവരെ കാരണം നല്ല ക്രിസ്ത്യാനികൾക്കും ചീത്തപ്പേര്. ക്രിസ്ത്യൻ മതം കുറച്ച് നല്ല മതമാണെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും പോയി കിട്ടി. അപ്പൊ ക്രിസ്ത്യാനികളുടെ എതിരാളികളാണ് ഇവർ. ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ഫസ്റ്റ് എതിരാളികൾ, യേശുവിന്റെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ പറയണം. അപ്പൊ അതാണ് ഈ അപ്പോളജറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞ് ഇവര് നാട് നീളെ എല്ലാവരും പോയി വിളിക്കും. പക്ഷെ ശരിക്കും ഇവരെ മനസ്സിൽ ഡിബേറ്റ് ചെയ്യണമെന്നല്ല. ഇവർ പേടിത്തണ്ടന്മാരാണ്. ഇവർക്ക് അറിയാം ബൈബിൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഈ കാർത്തിക് ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു ഈ റൂമിൽ തന്നെ നേരത്തെ സംസാരിച്ചിരുന്ന ആളായിരുന്നു. അയാൾ വളരെ നല്ല ബൈബിളിൽ പാണ്ഡിത്യമുള്ള ആളാണ്, അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. അതിൽ നിന്ന് വചനമൊക്കെ കോട്ട് ചെയ്തിട്ട് ഒരുപാട് ബൈബിൾ വിമർശിച്ചിരുന്നു. അദ്ദേഹം വിളിച്ചു സെബാസ്റ്റ്യൻ പുന്നക്കലിനെയൊക്കെ ഡിബേറ്റിന് വിളിച്ചു. അയാൾ പോയില്ല, എനിക്ക് തിരക്കാണ് എന്ന് പറഞ്ഞു. സെബാസ്റ്റ്യൻ പുന്നക്കലിന് അതൊരു അപ്പോളജിറ്റാണ്. അപ്പോളജി വേറൊരു ടൈപ്പിലുള്ള ഒരു വൃത്തിയായിട്ട് അപ്പോളജിറ്റാണ്. അയാൾ എന്താ വെച്ചാൽ അയാളുടെ റൂമിൽ ഒന്ന് സെറ്റപ്പ് ചെയ്ത് അയാളുടെ കൺട്രോൾ വെച്ചിട്ട് ആൾക്കാരെ കയറ്റി നിർത്തി അയാളുടെ കൺട്രോളിലാണ് അയാൾ ഡിബേറ്റ് നടത്തുക. അതിന് പേര് ഡിബേറ്റ് എന്നാണ്. അതിലെങ്ങനെ ഡിബേറ്റ് ആവുന്നത്? അയാളുടെ റൂമിൽ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി സംസാരിപ്പിക്കും. ഓപ്പൺ ഡിബേറ്റ് ഇവർ ഇതുവരെ ഇത്രയും കീർവാണം ഇവർ മുടക്കും. ഇപ്പൊ അല്ലാഹുവിനെ രക്ഷിക്കണം, മുഹമ്മദിനെ രക്ഷിക്കണം എന്ന് പറയുന്നില്ല ഇവർ. അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ആൾക്കാർ ഒരു സബ്ജക്ട് പോലും മാന്യമായ ഒരു ഡിബേറ്റ് ക്രിസ്ത്യനെ അവരുടെ മതത്തെ പ്രതിരോധിക്കുന്ന കണക്ക് ഒരു ഡിബേറ്റ് നടത്തിയിട്ടില്ല. സെബാസ്റ്റ്യൻ പുന്നക്കൽ കാർത്തിക് വിളിച്ചപ്പോൾ ഓടി. അനിൽ കണ്ടിത്തോട്ടം അതിനായിട്ട് ഇയാൾ വിളിച്ചോണ്ടിരുന്നു, കാർത്തിക് ശിവകുമാർ. അപ്പോഴത്തേക്ക് ഞാൻ പഠിക്കാൻ പോയി, ഞാൻ എക്സാം എഴുതാൻ പോയി എന്ന് പറഞ്ഞ് കുറെ നാൾ തള്ളിക്കൊണ്ട് പോയി അനിൽ കൊടുത്തോളം. അവസാനം ഒരു നാടകം നടത്തി ഇയാളെ ഇവിടെ വിളിച്ച് ഇവരുടെ റൂമിൽ കൊണ്ടുവന്ന് ഡിബേറ്റ് ഒന്നും അല്ലാതെ, കോമൺ റൂമൊന്നും അല്ലാതെ ഇവരുടെ റൂമിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു ഫോർമാറ്റും ഇല്ലാതെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കും അങ്ങനെയാണെന്ന് പറഞ്ഞ് അയാളെ നാണം കെടുത്തി അവിടെ നിന്ന് കളിയാക്കി അവരെ അധിക്ഷേപിച്ച് ഇറക്കി വിട്ടു. ഒരു മാന്യമായ ഡിബേറ്റ് പോലും ഈ അനിൽകുമാർ അയ്യപ്പനാകട്ടെ അല്ലെങ്കിൽ കൊടിത്തോട്ടമാകട്ടെ ഇല്ല താഴെയുള്ള വേറെ ശിങ്കിടികളാവട്ടെ ആരും, അതിന് താഴെയുള്ള വേറെ ശിങ്കിടികളുണ്ട്, വാര്യർ, നസറിൻ എന്ന് പറഞ്ഞ് വായ തുറന്ന വൃത്തിയോട് പറയുന്ന മാത്രം ആൾക്കാരുണ്ട്. ഇവരും ഇത് കണക്കിന് ഡിബേറ്റ് എന്ന് പറഞ്ഞ് വരും. ഒരു മുസ്ലിം ഒരു മോനു എന്ന് പറഞ്ഞ ഒരു പയ്യൻ, ഒരു കൊച്ചു പയ്യൻ, അവനെ വിളിച്ചിട്ട് ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 3 പേരാണ് അവരിയ്ക്കുന്നത്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നിന്നും മോഡറേറ്റേഴ്സ് വേണം, സ്പീക്കേഴ്സ് 2 പേരാണെങ്കിൽ 2 സൈഡിൽ നിന്ന് ഓരോരുത്തർ. ഇതാണ് ഡിബേറ്റിന്റെ ഫോർമാറ്റും. നേരത്തെ പറഞ്ഞിരുന്ന ഒരു എന്താണ് അതിന്റെ കണ്ടീഷൻസ് വെച്ചിട്ട് ഡിബേറ്റ് നടത്തണം. ഇത് 3 പേര് പച്ച കുത്തിയിട്ട് അവരുടെ അപ്പോളജിന്റെ ആൾക്കാർ ഇയാളെ മാത്രം വിളിച്ചിരുത്തിയിട്ട് ഇവരെ പറയാൻ സമ്മതിക്കാതെ അവർ 3 പേര് ആൻസർ ചെയ്യാണ്. അവയിട്ട് ഇങ്ങനെ അലക്കുകയാണ് ബൈബിളിന്റെ കോൺട്രഡിക്ഷൻസ്. അത് എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് ഒന്നും സഹിക്കാൻ വയ്യാതെ 3 പേരെ ഇടപെട്ട് അങ്ങോട്ട് ഇവന് പറഞ്ഞു കൊടുക്കുന്നു, ഇവൻ പറഞ്ഞു ആ കൂടെ കുളമായി ഇതാക്കി വിട്ടു. ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ്. ഞാൻ പറയാൻ കാര്യം, ഇവർ അള്ളാഹുവിനെ രക്ഷിക്കണം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാചകനെ രക്ഷിക്കണം എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളുടെ മതത്തിലെ എന്ത് നിലയിൽ തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലും ഒക്കെ ക്രിസ്ത്യാനിറ്റിയെ തേച്ചൊട്ടിച്ച് ഇനി ഒന്നില്ലാതെ പൊടിയാക്കി. അത് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വയ്യ. പിന്നെ നിങ്ങൾ എന്തിനാ അള്ളാഹുവിനെ രക്ഷിക്കുന്നത്? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ പറയാം. നിങ്ങൾ എന്താണ് രക്ഷിക്കുന്നത്, എന്താണ് എയർലാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എയർലാക്കിയിരിക്കുന്നത്. അള്ളാഹുവിന് മുഹമ്മദ് നബി ഒരു എയർലാക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ വന്ന് നേരെ നമ്മൾ എത്ര പേരെ വിളിച്ചിട്ടുണ്ട്. നേരെ വന്ന് ഞങ്ങളുടെ റൂമിൽ വന്ന് നിങ്ങൾ ചോദിക്കുക, എന്ത് വേണേ ചോദിക്കുക. നിങ്ങളുടെ റൂമിലെ കണക്ക് സമയം തരാതിരിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ല ചീത്ത വിളിക്കുകയോ വരുന്ന ആളിനെ അവർ ആ തന്തയ്ക്ക് വിളിക്കുകയോ ചെന്നോണ്ടെ തന്തയ്ക്ക് വിളിയാണ് ഇവർക്ക്. ഞാൻ അറബിക്ക് പറഞ്ഞവനല്ല, അവർ വീട്ടിൽ പറയുന്നതാണ്. അതായത് നിങ്ങളൊക്കെ അറബിക്ക് പറഞ്ഞവനെന്ന് അർത്ഥം. ഡിബേറ്റിൽ വരെ അങ്ങനെ പറയും. ഓപ്പൺ ഡിബേറ്റ് ഒരുപാട് പേര് മുമ്പ് നടക്കുന്ന ആൾക്കാർ പുറത്ത് വരും. ഞങ്ങൾ അറബിക്ക് പറഞ്ഞ അറബി ആ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറബിക്ക് പറയുന്നില്ല. അപ്പൊ ഇംഗ്ലീഷ് പറയുന്നത് ഇംഗ്ലീഷ് ഉണ്ടായവരാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് ഇംഗ്ലീഷ് ഉണ്ടായവരാണ്. നമ്മൾ തിരിച്ച് ചോദിക്കണം. അപ്പൊ ഈ ലെവലിലെ സ്റ്റാൻഡേർഡ് ഞാൻ പറയാൻ അവരുടെ ലെവൽ ഞാൻ പറഞ്ഞു. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഈ കൾട്ട് ഗ്രൂപ്പിന്റെ സ്റ്റാൻഡേർഡും അനിൽകുമാറിന്റെ സ്റ്റാൻഡേർഡും പറയാനാണ് ഇത്രയും പറയുന്നത്. വിമർശനത്തിലേക്ക് പിന്നെ വീഡിയോയിലേക്ക് പിന്നെ ആരാണ് അറിയേണ്ടത്? ഒരു വീഡിയോ ചെയ്തു വെച്ചാലേ ഇവർ ആരാണ് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക്
അപ്പം അതാണ് ഇവർ ഈ ക്ലബ് ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെ വിശ്വാസം ഇവർ പ്രതിരോധിക്കാൻ പോകുന്നതുമില്ല. ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് പറയുന്നത് ശരി, നേരെ നല്ലൊരു ഒരു സംവാദം നടത്തി ഞങ്ങളൊന്ന് മുട്ടുമടക്കി കാണിക്കും, അത് ചെയ്തിട്ടില്ല. ഇവരുമായിട്ട് പല സബ്ജക്റ്റിലും നടന്നിട്ടുണ്ട്. അവിടെ എല്ലാം ടൈറ്റിൽ മാറിയിട്ട് അവർ പ്രവാചകനെ അധിക്ഷേപിക്കാൻ നോക്കും. അതാണ് അവരുടെ മെയിൻ പണി. ഇവർ നേരത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന KK നൗഷാദും കൊടുത്തോട്ടുമായിട്ട് നടന്ന സംവാദം. അതിനകത്ത് ബൈബിളിന്റെ ദൈവികത, ഖുറാന്റെ ധാർമ്മികത, ബൈബിളിന്റെ ഖുറാന്റെ ധാർമ്മികത, അപ്പൊ അതിനകത്തുള്ള പഠിപ്പിക്കൽ തമ്മിൽ പറയാനാണ് പോകേണ്ടത്. അതിനകത്ത് കൊടുത്തോട്ട് പ്രവാചകനെ പറ്റിക്കൊണ്ടുവരും. അതിനകത്താണ് പ്രവാചകൻ മാതൃക ചോദിച്ചത്, പ്രവാചകനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഡിബേറ്റിൽ അത് പറയാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ സെപ്പറേറ്റ് ടൈറ്റിൽ ഇടണം, യേശുവിന്റെ മാതൃക, പ്രവാചകന്റെ മാതൃക, ഇതിനകത്ത് ആരാണ് നല്ലത്. ഞങ്ങൾ കമ്പയർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ കൊടുത്തോട്ടം അതിനകത്ത് ചോദിച്ച ആ ചോദ്യത്തിന് മാതൃക കാണിക്കുന്നു പറഞ്ഞാൽ 13 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3ാമത്തെ പാർട്ട് യേശുവിന്റെയും പ്രവചന മാതൃക കമ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് സ്ത്രീ വിഷയങ്ങൾ. ഇത് സ്ത്രീ വിഷയങ്ങളാണ് പ്രവാചകനെ കൂടുതൽ അധിക്ഷേപിക്കുക. സ്ത്രീ വിഷയങ്ങൾ ആരാണ് ഉത്തമൻ, യേശുവാണോ മുഹമ്മദ് നബിയാണോ എന്നുള്ളത് നിങ്ങൾ കേൾക്കുക. ഈ ചാനലിൽ തന്നെ ഉണ്ട്, കൊടുത്തോട്ടത്തിന് മറുപടി എന്ന് പറഞ്ഞ് പാർട്ട് 3 ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിച്ചാൽ ഇവർക്ക് ഇസ്ലാമിന്റെ ഇവരുടെ വിമർശനവും ഇവർ പറയുന്ന ഗീർവാണങ്ങളൊന്നും നിൽക്കില്ല എന്നുള്ളത് നല്ലപോലെ അറിയാം. സംവാദത്തിൽ വന്നാലും നടക്കത്തില്ല, റൂമിൽ വന്നാലും നടക്കത്തില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ നടത്തിയിട്ട് അതിനകത്ത് പ്രവാചകനെ കുറിച്ച് അധിക്ഷേപിക്കും. അപ്പൊ മുസ്ലിങ്ങൾ ആ ലെവലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പൊ ആ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വഴി പഠിപ്പിക്കുന്നത് ആര് എന്നുള്ളൊരു ടൈറ്റിൽ ആ ഒരു വേഴ്സ്, ഖുറാനിൽ വേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ഒരു ഡിബേറ്റ് നടന്നു ക്രിസ്ത്യൻസുമായിട്ട്. അപ്പൊ ഇവരായിട്ട് ഈ ഗ്രൂപ്പായിട്ട്. അപ്പൊ അവർ ആ ടോപ്പിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. അതിനകത്ത് പ്രവാചകന്റെ മാതൃക കൊണ്ടുവരും. പ്രവാചകൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. അപ്പം ഇവർക്ക് ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനോട് അല്ല, പ്രവാചകനെ തെറി വിളിക്കാൻ 4 മുസ്ലിങ്ങളുടെ മുമ്പിൽ തെറി വിളിക്കണം അവർ. അതുകൊണ്ടാണ് MM അക്ബറും ഇവരെ കുറിച്ച് നല്ല അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രത്യേക ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിബേറ്റിന് പോകാത്തത്. പിന്നെ ഇവരുടെ കണ്ടീഷൻസിന് പ്രോബ്ലം ഉണ്ട്. ഇവർ പ്രമാണം എന്ത് സ്വീകരിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് ഇവർ സമ്മതിക്കില്ല. ഇവർ പറയുന്ന പ്രമാണം നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഡിബേറ്റ് നടക്കാത്തത്. ഇപ്പൊ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരുന്നില്ല, അതൊരു കള്ളമാണ്. ഇവർക്ക് പറ്റാത്തത് കൊണ്ടും ശരിയായ പ്രമാണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റില്ല എന്ന് ഇവർക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് അതിനകത്ത് പ്രശ്നം. എവിടെ ചെന്നാലും തമിഴ്നാട്ടിൽ പോയി സാക്ഷി എന്നും പറഞ്ഞ് അവിടെ പോയി അവിടെയും അടി അടിച്ചിട്ട് വന്നു. ആദ്യത്തെ ഡിബേറ്റിൽ തന്നെ ബൈബിളിനെ വലിച്ചു കീറി ഒട്ടിച്ചപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി. അവർ തമിഴ്നാട് മൊത്തം ഇളവി. അവസാനം പോലീസിൽ പോയി ഇവർ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ ഡിബേറ്റ് നിർത്തിയിട്ട് അവർ വിളിച്ചു. ശരി, പബ്ലിക് ഹാൾ വേണം, ഞങ്ങളുടെ റൂമിൽ വന്ന് ചെയ്യും. ഞങ്ങളൊന്നും വരത്തില്ല, ഞങ്ങളത് ഞങ്ങൾ ലോ അബൈഡിങ് സിറ്റിസൺസ് ആണ്, ലോ പറഞ്ഞൊക്കെ കേൾക്കില്ല. അയാൾ പറഞ്ഞു വേണ്ട, വീഡിയോ പോലും വേണ്ട, നമ്മൾ വീടിനകത്ത് ജസ്റ്റ് റൂമിനകത്ത് ഞങ്ങളുടെ പള്ളി വന്നിരുന്ന് ചെയ്യാം. ഖുറാന്റെ ഡിബേറ്റാണ് നടത്തത്. അവാന്ന് വിളിച്ചപ്പോഴത്തേക്ക് അതിന് ഒരു 3 മാസം ഇമെയിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിച്ച് അവസാനം പിന്നെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ സ്വന്തം പള്ളിയിൽ നടത്താനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതോടെ ഓടിയ ഓട്ടമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപ്പോളജറ്റുകൾ എന്നിവർ ഈ അവകാശവാദം ഉണ്ടല്ലോ, അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാമെന്നുള്ളത്, ഇത് വെറും ഗീർവാണമാണ്, വെറും പൊങ്ങച്ചമാണ്. ഈ പൊങ്ങച്ചം പറയുന്നത് അതിനൊരു തൊലിക്കെട്ടി വേണം. നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ തൊലി പൊളിയും. ഇത്രയും അടി വാങ്ങിച്ചുകൊണ്ട് കിടക്കുന്നു. ഇസ്ലാമിനെതിരെ ഒരു വിമർശനവും നേരെ ഇവർക്ക് പറയാൻ, നമ്മുടെ മുമ്പ് വെച്ച് പറയാനുള്ള ധൈര്യമില്ല. എവിടെ ചെന്നാലും അടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ഗീർവാണത്തിനും പൊങ്ങച്ചത്തിനും ഒരു കുറവുമില്ല എന്നുള്ള ഇതാണ് ഇവരുടെ കോമൺ സ്വഭാവം. അതുപോലെ തന്നെ വേറെ ഡിബേറ്റ് ഇപ്പോൾ അടുത്ത് നടന്നു, ഫഹദ് എന്നുള്ള ഇതായിട്ട് ഇവരുടെ ഇതേ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ആൾക്കാരുമായിട്ട്. അവിടെയും ഇത് തന്നെ പ്രവാചകനെ കുറിച്ച് മോശമായി സംസാരിച്ചു. അവസാന ഡിബേറ്റ് അലങ്കോലപ്പ് ടോപ്പിക്ക് വേറെ, അതിനകത്ത് പ്രവാചകന്റെ ഇത് കൊണ്ടുവരും. ഇപ്പോൾ പ്രവാചകനെ തെറി വരാനുള്ള ഒരു വേദിയായിട്ടാണ് ഇവർ ഈ ചർച്ചാ വേദികളും അല്ലെങ്കിൽ ഡിബേറ്റ് വേദികളും എല്ലാം കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ മുഹമ്മദ് നബിയെ എയറിൽ കയറ്റി, അള്ളാഹുവിനെ എയറിൽ കയറ്റി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെക്കണം എന്ന് പറഞ്ഞ് ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ തൊലിക്കെട്ടി, കാണ്ടാമതത്തിനെക്കാട്ടി വലിയ തൊലിക്കെട്ടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇന്നും ആ തൊലിക്കെട്ടി വെച്ചാണ് അനിൽകുമാർ ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാണ് നവനാസ്തികർ ഇറങ്ങിയിരിക്കുന്നത് എന്ന്. അപ്പൊ ഇത്രയും ഞാൻ പറയാൻ കാര്യം, എന്തുകൊണ്ടാണ് ഈ അള്ളാഹുവിനെ രക്ഷിക്കാൻ മുഹമ്മദ് നബിയെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനെന്ന് പറയുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അവർ പറഞ്ഞു വരുത്തുന്നത് ഞങ്ങൾ എന്തോ ഇവിടെ ഒന്നും ഇല്ലാതാക്കിയത്. ശരിക്കും റിവേഴ്സാണ് നടക്കുന്നത്. ഒരുപാട് ക്രിസ്ത്യാനികൾ മുസ്ലിം ഈ ക്ലബ് ഹൗസ് കേട്ടിട്ട് തന്നെ ഇസ്ലാമിലോട്ട് വരുന്നുണ്ട്. ഒരുപാട് വീടുകളിൽ ഇസ്ലാം എത്തിയവരെ കാരണം അതൊരു നല്ല കാര്യം നടന്നിട്ടുണ്ട്. മോശമായിട്ടാണെങ്കിലും ഒരുപാട് പേര് പൈസ കൊടുത്ത് ബുക്കുകൾ വാങ്ങിക്കുന്നുണ്ട്, തഫ്സീറുകളുടെ വാള്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും ദുഷ്ടബുദ്ധി കാണത്തില്ലല്ലോ. അള്ളാഹു ആരെങ്കിലും അതിനകത്ത് നേർവഴി കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കോമൺ ഒരു ഓപ്പൺ മൈൻഡോടെ നല്ല മനസ്സോടെ വായിക്കുന്നവർക്ക് ഇസ്ലാം മനസ്സിലാവില്ല. അപ്പോൾ കൂടുതൽ അവർ പഠിക്കാൻ മനസ്സിലാക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, ഇവരടുത്ത് ചോദിക്കുന്നുണ്ട്, നെറ്റ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം നാളെ റിവേഴ്സ് ആയിട്ട് അവരെല്ലാം ഇസ്ലാമിലേക്ക് വരുന്നത്. അതാണ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും നടന്നത്. ആ ട്വിൻ ടവറിൽ പോയി അടിച്ചിട്ട് ഇസ്ലാമിനെ ചീത്തയാക്കാൻ നോക്കി. അത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല, മുസ്ലിമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ആൾക്കാർ ഇത് എന്താണെന്ന് കണ്ട് അവർ ഖുർആൻ വായിക്കാൻ തുടങ്ങി, അവരെല്ലാം ഇസ്ലാമാകാൻ തുടങ്ങി. ഇപ്പൊ കിടന്ന് കരയാണ്, ലണ്ടനിൽ ഇസ്ലാം കയറുന്നു, അവിടെ മുസ്ലിം കൂടുന്നു, ഇനി ആ കൂടെ കുഴപ്പമാണ്, അതാണ് ബൈബിൾ അവർക്ക് ചീച്ചി പുസ്തകമാണ്, ഖുർആൻ എന്തോ വലിയ പുസ്തകമാണ്, വെള്ളക്കാമരെല്ലാം മാറിപ്പോകുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ കരച്ചിൽ നിങ്ങൾ കേരളത്തിലും കരയും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും വൃത്തിയുടെ സ്വഭാവത്തോടു കൂടി മുസ്ലിങ്ങളിൽ ഇടപെടുമ്പോൾ ആ ഇസ്ലാമിന്റെ വെളിച്ചം നല്ല രീതിയിൽ കാണുന്നവർക്ക് നിങ്ങൾ ആ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് വെളിച്ചം കിട്ടും. നമ്മൾ തന്നെ വായിച്ച് അവരെ കൂട്ടത്തിലുള്ള മെയിൻ അപ്പോളജിറ്റിൽ ചിലത് വചനം കിട്ടും, ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ടോ എന്ന് അതിശയിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നത്,
ഈ ആദ്യത്തെ ആ വാക്കുണ്ടല്ലോ, ഞങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിമിനെയും അള്ളാഹുവിനെയും മുഹമ്മദ് നബിയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ ആ വാക്കിനാണ് ഞാൻ മറുപടി ഇത്തരം പറഞ്ഞത്. രക്ഷിക്കാൻ ഒന്നുമില്ല. ഇസ്ലാമിന് നിങ്ങൾ എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം കള്ളത്തരങ്ങൾ പറയുന്നു, അതിനെല്ലാം ഞങ്ങൾക്ക് മറുപടി ഉണ്ട്, വളരെ വ്യക്തമായ മറുപടി. പക്ഷെ നിങ്ങളുടെ കേസ് അങ്ങനല്ല, നിങ്ങൾക്ക് മറുപടി ഇല്ല, നിങ്ങൾ പറയുന്നുമില്ല, പുറത്ത് വരുന്നതുമില്ല. വന്നാൽ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വരുന്നത്. ഇത് പറയാനാണ് ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇനി ഈ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം ഇതിനകത്ത് ഈ വീഡിയോയുടെ എന്താണ്, ഈ വീഡിയോയെ കുറിച്ചുള്ള ഇതെന്താണ്, എന്തിനാണ് അനിൽകുമാർ അയ്യപ്പൻ ഈ വീഡിയോ ഇറക്കുന്നതെന്ന് വെച്ചാൽ, അതിൽ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇസ്ലാമിന്റെ ഒരു അത്ഭുതം, ഒരു പ്രവാചകന്റെ മെഹറാജ് യാത്ര, ആകാശയാത്ര, അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നവനാസ്തികർ വന്നിട്ട് അതിനകത്ത് കമന്റ് ഇടുന്നു, ഇതുപോലുള്ള പൊട്ടക്കഥകൾ നിങ്ങളുടെ മതത്തിലുണ്ടല്ലോ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്ത് റൈറ്റ്സ് ആണുള്ളത് എന്നുള്ള രീതിയിൽ അവരൊന്ന് നവനാസ്തികർ അതിനകത്ത് ഇടുന്നു. അപ്പം അതിന് പറയുന്ന കാരണം, അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾ പറയുന്നതിന് മറുപടി ഞങ്ങൾ പറയാൻ പോകുമ്പോഴത്തേക്ക് അതിന് ഡൈവേർട്ടായി ഇസ്ലാം വിമർശനം എന്നുള്ളത് മാറി ക്രിസ്ത്യനെതിരായിട്ട് പറയുന്ന, ഇതിന് ഉത്തരം പറയുന്ന ഒരു പ്രോഗ്രാമായിട്ട് അത് മാറും. അതുകൊണ്ട് അള്ളാഹും മുഹമ്മദിനെ ഞങ്ങൾക്ക് വിമർശിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആ നമ്പർ നമുക്ക് നടക്കത്തില്ല ഞങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ മറുപടി ഒന്നും അതിന് പറയത്തില്ല, ഞങ്ങൾ ഇസ്ലാമിനെ തന്നെ വിമർശിക്കും. അങ്ങനെ അള്ളാഹുവിനെയും മുഹമ്മദിനെയും നബി നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ട എന്നാണ് ഈ ടൈറ്റിലിനുള്ള എക്സ്പ്ലനേഷൻ. അപ്പം അള്ളാഹുവിനെ മുഹമ്മദിനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ അരമണിക്കൂർ നേരത്തെ പറഞ്ഞത്. അങ്ങനല്ല, തിരിച്ചാണ്. യേശുവിനെയും ബൈബിളിനെയും നിങ്ങൾ രക്ഷിക്കുക. അത് അവർക്കറിയാം രക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടും ഒന്ന് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിനെയും മുഹമ്മദിനെയും നിങ്ങളുടെ കയ്യിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വിമർശിക്കാനും പറ്റത്തില്ല. നേരെ ചൊവ്വേ ചെയ്യണമെങ്കിൽ ഡിബേറ്റുകൾ ചെയ്ത് കാണിക്കണമായിരുന്നു. ഇത്രയും നടന്ന ആ 3 ഡിബേറ്റിൽ നിങ്ങൾ ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണമായിരുന്നു ഈ പോയിന്റ് ശരിയല്ല എന്നുള്ളത്. അത് നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. നിങ്ങൾ എപ്പോഴും ടോപ്പിക്ക് മാറി പ്രവാചകനെ അധിക്ഷേപിക്കുന്നതിൽ മാത്രമാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോയിട്ടുള്ളത്. ഞങ്ങളുടെ റൂമിൽ വന്ന് നിങ്ങൾ ക്രിസ്ത്യൻ ഡിഫെൻഡ് ചെയ്യാറില്ല, ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാറില്ല, ഉത്തരം കിട്ടുന്നുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇത് ഗീർവാണം മാത്രമാണ്. ഞങ്ങൾ എന്തോ അള്ളാഹുവിനെയും മുഹമ്മദ് നബിയും എയറിൽ കയറ്റി എന്ന് പറയുന്നത് ഗീർവാണം മാത്രമാണ്. പോയിന്റ് നമ്പർ 1. രണ്ടാമത്, നവനാസ്തികർ ഞാൻ മറുപടി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് ഇസ്ലാമിനെ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മാറ്റുന്നുണ്ടല്ല, നിങ്ങൾക്ക് ഉത്തരവില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഇതിനകത്തും ഇതേ മിറക്കലുണ്ടല്ലോ എന്ന് പറയുന്നത് പുള്ളി ഒരു മറുപടി അതിനകത്ത് പറയുന്നുണ്ട്. വ്യത്യാസം എന്താണുള്ളത്? ഇസ്ലാമിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് ആകാശയാത്ര എന്നുള്ള ഒരു അത്ഭുത സംഭവമാണ്. അത് മനുഷ്യന് സാധാരണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ല, നമ്മൾ സാധാരണ നമ്മുടെ ബുദ്ധിക്ക് ചേരുന്നതല്ല, നമ്മൾ സാധാരണ ഡെയിലി കാണുന്ന ഇതിനകത്ത് വരുന്നതല്ല. അത് മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമാണ്. 7-ാം ആകാശം വരെ പോയിട്ട് വരിക എന്നുള്ളത് നടക്കുന്ന കാര്യമാണ്. അത് മതത്തിൽ പറയുമ്പോഴത്തേക്ക് അതിന്റെ രീതിയിലുള്ള വിശ്വാസങ്ങൾ വരുന്നതാണ്. അപ്പം നാസ്തികർ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. മതവിശ്വാസികൾക്ക് ഇതിനൊരു ഉത്തരം കാണും. നാസ്തികരുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് അവർ ദൈവം ഇല്ലെന്ന് പറയുന്നുണ്ട്. മനുഷ്യന് എന്ത് സാധ്യമോ അത് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് അവർ. നമുക്ക് ദൈവവിശ്വാസികൾ അങ്ങനെയല്ല. ദൈവം ഒരാളെ വിചാരിച്ചു കഴിഞ്ഞാൽ മുകളിൽ കൊണ്ടുപോകാനോ തിരിച്ചു കൊണ്ടുവരാനോ എല്ലാം പറ്റുമെന്നുള്ളതാണ് ദൈവവിശ്വാസികളുടെ ഒരു എക്സ്പ്ലനേഷൻ. പക്ഷെ അതേ ഇത് ഒരു നീക്കും ബാധകമാണല്ലോ, നിങ്ങളുടെ അതിനകത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ഉയർത്തെഴുന്നേറ്റ് മുകളിൽ പോയല്ലോ, അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ പറയുന്ന ഈ കഥയ്ക്കെല്ലാം ദൃക്സാക്ഷികളില്ല, ഞങ്ങളുടെ കഥയ്ക്ക് ദൃക്സാക്ഷികളുണ്ട്. ഇതാണ് വ്യത്യാസം. അനിൽകുമാർ അയ്യപ്പൻ ഈ വീഡിയോയിൽ പറയുന്ന, അത് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഇതേപോലുള്ള കഥകൾ ശരിയാണെന്നും ഇസ്ലാമിൽ ഇതേപോലെ ഒരു അത്ഭുതം പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളതിന് അനിൽകുമാർ അയ്യപ്പൻ പറയുന്ന മാനദണ്ഡം, ഏത് ശരിയല്ല എന്നുള്ളതിന് മാനദണ്ഡം എന്ന് വെച്ചാൽ, ഇത് ഒരുപാട് പേര് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത് എത്രത്തോളം ബാലിശമായ ഒരു ലോജിക്കാണെന്ന് നോക്കുന്നത്. ഇവരെല്ലാം അപ്പോളജിസ്റ്റുകളും അപ്പോളജിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണെന്നും ഞങ്ങൾ ഇസ്ലാമിന്റെ എയർ കയറ്റി എന്ന് പറയുന്ന ഗീർവാണം മുഴക്കുന്ന കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കെട്ടിയുള്ള ആൾക്കാർ ഇവര് എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഇത്ര മോശമായ ഒരു സ്റ്റാൻഡേർഡ് വെക്കുമോ? ഒരു സംഭവം ശരിയാണോ ഇല്ലയോ നോക്കുന്നതിന് ആൾക്കാർ ദൃക്സാക്ഷികൾ ഉണ്ടെന്നുള്ളതിനാണ് തെളിവെടുക്കുന്നത്. അതും 2000 വർഷം മുമ്പ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന, ആരാണ് ദൃക്സാക്ഷികൾ? എവിടെ നിന്ന് വന്ന് അവർ കണ്ടു എന്നുള്ളതിന് അവിടെ നിന്ന് ഇങ്ങനെ ആരെങ്കിലും എഴുതി വെച്ച കഥ ആയിക്കൂടെ ഇത്രയും പേര് കണ്ടെന്ന് പറയാനാണെങ്കിൽ? എങ്ങനെ ഒരു കാര്യം അനലൈസ് ചെയ്യണമെന്നുള്ളത് 100 ചോദ്യം ചോദിക്കാൻ പറ്റും ഇതിനകത്ത്. ഞങ്ങൾ ആൾക്കാർ കണ്ടെന്നുള്ള തെളിവുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എതിരായിട്ട് 100 ചോദ്യം ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു സ്പിരിച്വാലിറ്റി കിട്ടിയിട്ടില്ല, എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നാസ്തികന്മാർ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ബുക്ക് വായിക്കണം. അതേ തന്നെയാണ് ഞങ്ങൾ നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ബുക്ക് വായിച്ചുകൊണ്ട് അക്ഷരം ആർക്കും ബുക്ക് വായിക്കാം. ബ്രെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ വേറെയാണ്, അത് ചിന്തിക്കണം. ഒരെണ്ണം വായിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇത് ഡിഫെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് ചിന്തിച്ചാലും മനസ്സിലാവും. അത് നിങ്ങൾ ചെയ്യുന്നില്ല. അത് അല്ലെങ്കിൽ ഇത്രയും ബാലിശമായ ഒരു ലോജിക്ക് നിങ്ങൾ പറയില്ല. എന്താണ് ആൾക്കാർ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന്. അപ്പോൾ അനിൽകുമാർ അയ്യപ്പന്റെ വാദം എന്ന് വെച്ചാൽ ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. തുക്കാറാം എന്ന് പറയുന്ന ഒരു സെയിന്റ് ഉണ്ടായിരുന്നു, 1600 ഇന്ത്യയിൽ ജനിച്ചതാണ്. 2000 വർഷമൊന്നുമല്ല, 1600-കളിൽ മഹാരാഷ്ട്രയിൽ ജനിച്ച ഒരു സെയിന്റ് ആണ് അദ്ദേഹം.
ആകാശത്തോട്ട് കയറിപ്പോയെന്ന് കണ്ട ദൃക്സാക്ഷികളുണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത് ബുക്കിൽ. 1600 ഒരു ഗരുഡനിലും അങ്ങനെ വന്നിട്ട് വിഷ്ണു ലോകം പോയി അന്നത്തെ ആൾക്കാരെല്ലാം കണ്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അയ്യപ്പന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അയ്യപ്പൻ എന്ന് പറയാൻ പുള്ളിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പിടിക്കത്തില്ല, അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയണം. അത് പുള്ളിക്ക് വളരെ ഒരു അതിക്ഷയമായിട്ടാണ് പുള്ളി അത് കാണുന്നത്, അയ്യപ്പൻ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം ജോൺ ജോസഫ് എന്നൊരു പേരുണ്ടെങ്കിൽ ചിലവർ ജോൺ എന്ന് വിളിക്കും, ചില ജോസഫ് എന്ന് വിളിക്കും. ജോസഫ് എന്നുള്ളത് പിതാവിന്റെ പേരായിരിക്കും. എന്നാലും വായിൽ വരുമ്പോൾ പെട്ടെന്ന് ഒരു ക്യാച്ച് ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും നിൽക്കുന്നത്. എങ്ങനെയാണ് ആരെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വരും. ഇപ്പൊ VS അച്യുതാനന്ദൻ ഉണ്ട്, അതായത് VS എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് VS ആണോ? അല്ലല്ലോ, ഇനിഷ്യലാണ് VS എന്നാണ്. പിണറായി അതിന് സ്ഥലത്തിന്റെ പേരാണ്. പക്ഷെ എല്ലാവരും പിണറായി അയാൾ പറയാം, എന്താണ് നിങ്ങൾ വിജയന്റെ പേര് വിജയനാണ്, പിണറായി സ്ഥലത്തിന്റെ പേരല്ലേ, നിങ്ങൾ എന്താണ് എന്നെ പിണറായി എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തുണ്ട്. അത് എന്താണ് വലിയ പേരാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഏതാണോ EK നയനാർ എന്നുള്ളത് നയനാർ എന്നാണ് അതിനകത്ത്. EK ആരും വിളിക്കുന്നത് നയനാർ എന്ന് പറയും. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി പേരായിരിക്കും, അല്ലെങ്കിൽ അച്ഛന്റെ പേരായിരിക്കും. എന്തുകൊണ്ടാണ് എന്റെ അച്ഛന്റെ പേരിൽ വിളിക്കുന്നത് എന്ന് ആരും ചോദിക്കാമല്ലോ. പക്ഷെ ഇദ്ദേഹം മാത്രം എന്താണോ അയ്യപ്പൻ വിളിച്ചാൽ പുള്ളിക്ക് തെറിയായിട്ടാണ് തോന്നുക. എന്നെ തന്തയ്ക്ക് വിളിച്ചെന്നാണ് പറയുന്നത്. തന്തയുടെ പേര് പറഞ്ഞാൽ പലരും തന്തയുടെ പേരിൽ അറിയപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരാളുടെ ഇപ്പോൾ അച്ഛന്റെ പേരിൽ വിളിച്ചാൽ അല്ലെങ്കിൽ ലാസ്റ്റ് പേരിൽ അച്ഛനെ ഓർമ്മിപ്പിക്കുന്ന ആ പേരിൽ അയാളെ വിളിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റ് പറയാനില്ല, സന്തോഷിക്കാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ അച്ഛന്റെ പേരും കൂടെ ഉൾപ്പെടുത്തിയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛന്റെ പേരിൽ എന്നെ വിളിക്കുന്നു അയ്യപ്പൻ എന്നുള്ളത്, അയ്യപ്പന്റെ മകൻ അനിൽകുമാർ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഇപ്പൊ 3 പേരുണ്ട്, അതിനകത്ത് അയ്യപ്പൻ എന്നുള്ള ക്യാച്ച് ആയിട്ടുള്ളതാണ് ആൾക്കാർ വിളിക്കുന്നത്. പുള്ളി അത് എടുക്കുന്നത് എന്നെ അധിക്ഷേപിക്കുന്നു. ഫാദറിന്റെ പേരിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പിതാവിന്റെ പേരിൽ പറഞ്ഞാൽ അത് അതിശയമാവുന്ന എങ്ങനെയാണ്? എന്ത് അത്ര ആലോചന മനസ്സിലാകുന്നു. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വരും. അയ്യപ്പൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ബോധപൂർവ്വം ഞാൻ അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞത്. ഇപ്പൊ ആദ്യമായിട്ടാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞത്, ഞാൻ തിരുത്തുന്നു. അനിൽകുമാർ അയ്യപ്പൻ തന്നെ പറയാം, പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അപ്പം അനിൽകുമാർ അയ്യപ്പന്റെ ആ ഭൗതിക ലെവൽ എത്ര താഴെ നോക്കണം. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അപ്പൊ തുക്കാറാം മോളിൽ പോകുന്ന ആൾക്കാരെല്ലാം കണ്ടു. അപ്പൊ നാളെ മുതൽ അനിൽകുമാർ അയ്യപ്പൻ ഇങ്ങനെ പറയണം, വീണ്ടും വരുന്നവനായ അല്ലെങ്കിൽ സ്വർഗാരണ നടത്തിയ തുക്കാറാമിന്റെ നാമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം എന്ന് പറയുമോ? അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ മാനദണ്ഡം ഇവിടെ ഉണ്ട്. മോളിൽ കയറി പോയത് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ എന്നാണ് പറയുന്നത്. ആൾക്കാർ ഒരാൾ മോളിൽ ചെയ്ത ഒരു മിറക്കിള് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുള്ളി ഉദാഹരണം പറയും, മോശയുടെ അത്ഭുതം വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ ആരെയൊക്കെ ചെയ്ത ഇതെല്ലാം ബൈബിൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് തുക്കാറാം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിനത്. വളരെ ലേറ്റസ്റ്റ് ആയി നടന്നതാണ്, ഇപ്പൊ നടന്നതാണ്. പണ്ട് 2000 മുമ്പ് അങ്ങനെയുള്ള ആ ഗോത്രകാലങ്ങളിൽ നടന്നതല്ല. ഇപ്പോൾ ഈ അടുത്ത 300 വർഷം 400 വർഷം മുമ്പ് നടന്നതാണ്. അപ്പൊ അങ്ങനെ പറയാറുണ്ട്, തുക്കാറാമാണ് ഞങ്ങളുടെ രക്ഷകൻ, ദൈവം മിറക്കിൾ വിശ്വസിച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ അതങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് ശരിയാണ്. അല്ല, നാളെ പറയണം, വീണ്ടും വരുന്നതിനായ ആകാശവാണി നടത്തിയ തുക്കാറാമിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം എന്ന് പറയുന്ന ആള്. അപ്പൊ അങ്ങനെ ആ ലോജിക്ക് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇതല്ല ലോജിക്ക്. നിങ്ങൾക്ക് ഇത് ഭൗതികം അറിയത്തില്ല, നിങ്ങൾക്ക് ബുദ്ധി അങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ അതെപ്പോഴേ അത് പോയി. നിങ്ങളൊരു ഭൗതിക മതത്തിൽ നിന്ന് മറ്റൊരു ഭൗതിക മതത്തിൽ വന്നേക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഭൗതികമായ ഒരു നിലവാരത്തിലും ഒരു മുന്നേറ്റവും കിട്ടാൻ പോകുന്നില്ല. എങ്ങനെ അനലൈസ് ചെയ്യേണ്ടത് ഇസ്ലാമിൽ പഠിക്കണം. ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിന് ആൾക്കാരുടെ എണ്ണം വെച്ചല്ല നോക്കേണ്ടത്. ഒരാൾ പറഞ്ഞാലും 1000 ആൾ പറഞ്ഞാലും ആ പറഞ്ഞ ന്യൂസിൽ തന്നെ കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അത് പ്രശ്നങ്ങളുണ്ടോ അതിനകത്ത്, പിന്നെ പറഞ്ഞ വ്യക്തി ആരാണ്, ആ ന്യൂസ് അങ്ങ് ഇങ്ങ് വരെ നമ്മളെ കിട്ടിയതിനകത്ത് കറക്റ്റായിട്ടാണോ ട്രാൻസ്മിറ്റ് ആയിരിക്കുന്നത്, ഇങ്ങനെല്ലാം പല ഇതിൽ നോക്കിയിട്ടാണ് ആ ഒരു കാര്യം മിറക്കിളാണോ ഇല്ലയോ എന്നുള്ള. അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ട് അന്നത്തെ കാലത്ത് നടന്നിട്ടുണ്ടോ, അന്ന് ടെസ്റ്റിമണി ചെയ്ത് ആരാണ്, ആ ഏതാൾക്കാരാണ് ചെയ്തത്, ആരോ ടെസ്റ്റിമണി ചെയ്തപ്പോൾ ബൈബിളിൽ എഴുതി വെച്ച ബൈബിൾ ഇനി അവരുടെ ആർഗ്യുമെന്റ് എടുത്താൽ തന്നെ ഇത് കണ്ടു എന്നുള്ളത് ആരാ എഴുതി വെച്ചേക്കുന്നത്? ഒരു രേഖയില്ല ആരാ എഴുതിയെന്ന്. ബൈബിൾ എഴുതിയത് ആരാന്ന് ഒരു ഇതുമില്ല. മാത്യു ആരാ എഴുതിയെന്ന് പറഞ്ഞാൽ മാത്യു അല്ല. ചുമ്മാ ബൈബിൾ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു എന്ന്, അക്കോർഡിംഗ് ടു എന്നാണ്. അവർക്ക് തന്നെ ഉറപ്പില്ല. ബൈബിൾ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നതാണ് മാത്യു അല്ല എഴുതിയിരിക്കുന്നത്, വേറെ ആരോ എഴുതിയിരിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ മാത്യുയുടെ പേര് ഇട്ടിരിക്കുന്നു. മറ്റൊരു ജോൺ എന്ന് വെറുതെ പേര് ഇട്ടിരിക്കുന്നു, ലൂക്ക് വെറുതെ ഇട്ടിരിക്കുന്നു, മാർക്ക് വെറുതെ ഇട്ടിരിക്കുന്നു. അക്കോർഡിംഗ് ടു ഇങ്ങനെ കുറെ ബുക്കുകളുണ്ട്. ഇത് ആരും ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. ചില എഴുതിയിട്ടുണ്ടാവും, ചില എഴുതിയിട്ടുണ്ടാവില്ല, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പല കേട്ട് കഴിയില്ല. ഇങ്ങനെ എഴുതിയ ഒരു ബുക്ക് എങ്ങനെ ആധികാരികമാവുന്നു? അതിനകത്ത് പലത് എഴുതുക തോന്നിയെല്ലാം എഴുതി വെക്കും. അങ്ങനെയാണെങ്കിൽ തുക്കാറാമിന്റെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും വളരെ അടുത്താണ്. ഈ ബൈബിളിനെ കാട്ടി കൂടുതലായിട്ട് തുക്കാറാമിനെ കുറിച്ച് എഴുതിയ ബുക്ക് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അപ്പൊ അങ്ങനെയല്ല, ബൈബിളെ ഒരു ആധികാരിക ബുക്കല്ല, ഒരു റിട്ടൺ റെക്കോർഡല്ല, ഒരു റിലയബിൾ റെക്കോർഡല്ല. അത് ആരെഴുതിയെന്ന് അറിയത്തില്ല. പല വേർഷൻസ് ഉണ്ട്, അതിന് പല വചനങ്ങൾ മാറി വരുന്നുണ്ട്, പല കോൺട്രഡിക്ഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബുക്ക് ഇതിൽ പറയുന്നത് എങ്ങനെയാണ് മിറക്കിളായിട്ട് എടുക്കാത്? അത് ആൾക്കാർ കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അത് പറഞ്ഞതിൽ മാറി വന്ന് വേറെ രീതിയിലാവുന്നതായിരിക്കാം. അത് അന്നത്തെ കാലത്ത് എഴുതിയ ഗോസ്പൽസ് തന്നെ പല വ്യത്യസ്തമായ ഗോസ്പൽസ് ഉണ്ട്. ജീസസിന്റെ അസെൻഷൻ തന്നെ ജീസസ് അല്ല യൂദാസ് എന്നുള്ളത് മറ്റു ഗോസ്പലിൽ എഴുതിയിട്ടുണ്ട്. ട്രിനിറ്റി ഉണ്ടായത് തന്നെ 325 ഒരു ഡിബേറ്റിന് ശേഷമാണ് ഉണ്ടായത്. ഇങ്ങനെ പല കുഴപ്പങ്ങളുള്ള ഒരു ബുക്ക് എടുത്തിട്ട് വന്നിട്ട് അത് ഞങ്ങളുടെ കറക്റ്റാണ്, ഇസ്ലാമിലുള്ളതെല്ലാം മുത്തശ്ശി കഥയാണ്, ബൈബിളിൽ എഴുതിയ കറക്റ്റാണ്, ആൾക്കാരുടെ ദൃക്സാക്ഷി ഉണ്ട്. ദൃക്സാക്ഷി ഉണ്ടെന്ന് ആരാ പറഞ്ഞു? ആരാണ് ദൃക്സാക്ഷി? ആരാണ് കണ്ടവരുടെ പേരുണ്ടോ? അവിടെ ഹിസ്റ്ററി ഉണ്ടോ? പക്ഷെ ഞങ്ങൾ പറയും, ഈ ആകാശയാത്രയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ആൾ ആരാണ്?
പ്രവാചകൻ ചെയ്യുന്ന അതാരാണ് പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞ് കേട്ട ആളാരാണ്, അത് കേട്ട് ബുക്ക് ചെയ്ത ആൾ വരെ പറഞ്ഞ ആൾക്കാരാണ്, അവരുടെ ഹിസ്റ്ററി എന്താണ്, 5 ലക്ഷം പേരുടെ ഹിസ്റ്ററിയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക്. അങ്ങനെ കൊണ്ടുപോകാം ബുക്ക്, അങ്ങനെയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ ഇത്രയും ആധികാരികമായി പറഞ്ഞ ഹദീസ് ബന്ധങ്ങൾ പറഞ്ഞ ഒരു സംഭവം തെറ്റാണെന്നും ഒരു ആധികാരികം ഇല്ലാത്ത ഒരു ബുക്കും 5-6 പേർക്ക് കൂടുതൽ കണ്ടു അല്ലെങ്കിൽ ഒന്നിക്കൂടുതൽ കണ്ടു എന്നുള്ള ഒരു കാരണം വെച്ച് പറഞ്ഞാൽ ശരിയാകുന്നു. അപ്പൊ ഞാനും പറയുന്നു, നാളെ ഒരു 4 പേരെ കൊണ്ടുവന്നിരുന്ന മുകളിൽ ഒരാളെ കയറി പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവമായിട്ട് വിശ്വസിക്കുക. ആൾക്കാർ കൂടുതൽ കണ്ടാലാണ് മിറക്കളാവുക. അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുതുകാട് മാജിക്കിൽ സ്റ്റേജിൽ ആനയെ നിർത്തിയിട്ട് ആനയെ ഇല്ലാതാക്കും. ഇപ്പൊ നാളെ ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 1000 പേര് സ്റ്റേജിൽ നിന്ന് കണ്ടു, ആനയെ അപ്രത്യക്ഷമാക്കി. അപ്പം മുതുകാട് ദൈവമാണെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നില്ല, ഞാൻ ഇതാണ് അപ്രത്യക്ഷമാക്കി, അല്ലെങ്കിൽ മുകളിൽ ആകാശത്ത് കയറുന്ന കണക്ക് ഒരു മാജിക് കാണിച്ചു, കയറിപ്പോയി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ നാളെ അല്ലെങ്കിൽ ആനയുടെ പേരിലോ അല്ലെങ്കിൽ മുകളിൽ കയറിപ്പോയ ആളുടെ പേരിലോ ഞങ്ങൾ സ്നേഹവന്ദനം എന്ന് പറയുമോ? അപ്പൊ എത്ര ബാലിശമായ ഒരു ലോജിക്കാണ് നിങ്ങൾ എടുത്തിടുന്നതെന്ന് ആലോചിക്കുക. ആൾക്കാർ കണ്ട്, അതുകൊണ്ട് ശരിയാണ്. ഇസ്ലാമിൽ ആൾക്കാർ കണ്ടില്ല, ഒരാളാണ് പറഞ്ഞത്. ഒരാളാണ് പറഞ്ഞെങ്കിൽ അതിന്റെ ആധികാരികതയാണ് വേണ്ടത്. അപ്പൊ ആ ഹദീസിൽ തന്നെ പറ്റും. അപ്പൊ അതിനകത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ഓരോന്നോരോന്നോരോന്നിട്ട് നോക്കാം. അതിനകത്ത് അപ്പൊ ഓക്കെ, ഇത്രയുള്ള ഇത് അനിൽകുമാർ അയ്യപ്പന്റെ ആ ലോജിക്ക് ശരിയല്ല, ഒരുപാട് പേര് കണ്ടെന്നുള്ളത്. എങ്ങനെയാണോ ലോജിക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പൊ അതിനകത്ത് പറയുമ്പോൾ തന്നെ അതിനകത്ത് ബുറാക്ക് എന്നുള്ളൊരു വാഹനം വന്നു. ആ വാഹനത്തിനകത്ത് ആ ഒരു വേർഡ് കാണാൻ നിങ്ങൾക്ക്, അതിന്റെ കണ്ണെത്തുന്നിടത്ത് അതിന്റെ കാലെത്തും, അതിന്റെ കാഴ്ച എത്തുന്ന ദൂരത്തിൽ അതിന്റെ കാലെത്തും. ഇതും അനിൽകുമാർ അയ്യപ്പനകത്ത് വിമർശിക്കുന്നുണ്ട്. ആ കണ്ണെത്തുന്ന ഡെസേർട്ടിൽ കാണത്തില്ലെന്നോ, ആകാശങ്ങളിൽ പോയാൽ കണ്ണ് ദൂരെ നക്ഷത്രങ്ങൾ കാണാൻ പറ്റത്തില്ലെന്നോ അങ്ങനെ എന്തോ പറയുന്നു. ആ സയൻസും ഇതൊന്നും അറിയാത്തതുകൊണ്ടാണത്. കണ്ണെത്തുക എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡാണത്. നമ്മളൊരു കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം ലൈറ്റിന്റെ ഫാസ്റ്റിൽ ആ ഓബ്ജക്റ്റിൽ ലൈറ്റ് വീണിട്ട് തിരിച്ച് കണ്ണ് വീഴുന്ന ആ സമയം കൊണ്ട് നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ കാണുക. അപ്പം ആ കാണുന്ന സ്ഥലത്ത് എന്റെ കായ് എത്തും പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡിൽ ഇത് പോയെന്നാണ് എന്റെ അർത്ഥം. ലൈറ്റിന്റെ സ്പീഡിൽ ഇത് ട്രാവൽ ചെയ്തു എന്നതാണ് എന്റെ അർത്ഥം. അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ, അതാണ് എന്റെ പ്രൂഫ്. അതെങ്ങനെ അന്നത്തെ എന്റെ പ്രവചനം അങ്ങനെ പറഞ്ഞു? ലൈറ്റിന്റെ സ്പീഡാണ് ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിരുന്ന സ്പീഡിൽ ഏറ്റവും വലുത്. അതും മദീനയിൽ നിന്ന് ജെറുസലേം പോകാനാണത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയ സ്പീഡും പുള്ളി വിമർശിക്കുന്നുണ്ട്. അത് ഇത്രയും പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല. അത് ബുറാക്കിൽ പോയെന്ന് പറഞ്ഞിട്ടില്ല. ഭൗതികമായ ശരീരം വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഭൗതിക ശരീരം. അതുകൊണ്ടാണ് ഹാർട്ട് കീറിയെന്ന് അതിനകത്ത് ഹദീസ് തന്നെ ഉണ്ടത്. ഹാർട്ട് മോളിൽ കയറുമ്പോൾ ആസ്ട്രോണോട്സിന്റെ കാര്യത്തിൽ നിങ്ങൾ കേട്ടാൽ അറിയാം. നിങ്ങൾ നാസയുടെ ജേർണലിൽ എടുത്ത് നോക്കിയാൽ അറിയാം. സ്റ്റിഫനിങ് ഓഫ് ഹാർട്ട് എന്നുള്ള ഒരു ടേം ഉണ്ട്. അത് മുകളിൽ ആസ്ട്രോണോട്സ് മുകളിൽ ആകാശത്ത് പോയിട്ട് വരുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഹാർട്ട് സ്റ്റിഫൻ ആവുക എന്നുള്ളത്. അപ്പം ആ ഹാർട്ടാണ് പ്രശ്നം മുകളിൽ പോയി കഴിഞ്ഞാൽ. ഇത് ക്ലിയർ ആയിട്ട് ഖുറാനിൽ തന്നെ ഒരു വചനമുണ്ട്. മോളിൽ കയറി ചെല്ലുന്ന ഒരാളുടെ ഹൃദയം എങ്ങനെ ചുരുങ്ങുന്നോ അതുപോലെയാണ് പിശുക്കന്റെ ഹൃദയം ചുരുങ്ങുന്നുള്ളത്. ആ നമ്പർ ഓർമ്മയില്ല എനിക്ക്. അങ്ങനെ പറയുന്ന ഒരു ആയത്തുണ്ട്. മോളിൽ ആകാശത്തേക്ക് കയറി ചെല്ലുന്ന ഒരാളുടെ ഹൃദയം എങ്ങനെ സ്റ്റിഫൻ ആവുമോ, സ്റ്റിഫൻ ആണ് കറക്റ്റ് വേർഡ്, സ്റ്റിഫൻ ആവുമോ അതേപോലെ തന്നെയാണ് അവിശ്വാസിയുടെയോ അതോ പലിശയ്ക്ക് കൊടുക്കുന്ന ആളുടെ അങ്ങനെ ആളുടെ ഹൃദയം അങ്ങനെ ചുരുങ്ങും എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് ഒരാൾ പറഞ്ഞു നോക്കരുത്, ഇതിനകത്തുള്ള സയൻസ് നോക്കണം. ഇതെങ്ങനെ പ്രവാചകൻ പറഞ്ഞു? മുകളിൽ പോകുന്ന ഒരാൾക്ക് ആകാശത്തിലോട്ട് കയറി ചെല്ലുന്ന ഒരാളുടെ ഹാർട്ട് സ്റ്റിഫൻ ആവും എന്ന് എങ്ങനെ പ്രവാചകൻ അറിയാം? അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രവാചകന്റെ വാക്കല്ല. ഒരാളോ 100 പേരെ പറഞ്ഞെന്നുള്ളതല്ല, ഒരാളുടെ ആണെങ്കിലും ആ സയൻസ് എങ്ങനെ വന്നു? അന്നത്തെ നോളജിൽ ഇല്ലാത്തൊരു കാര്യം എങ്ങനെ പറഞ്ഞു? ഇന്നാണ് സ്റ്റിഫനിങ് ഓഫ് ഹാർട്ടും അതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് നാസ റിപ്പോർട്ട് ഇറക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രവാചകൻ തന്നെയാണ്, ദൈവത്തിന്റെ നിന്ന് വന്നതല്ല, അത് അവിടെ നിന്ന് വന്ന ഇൻഫർമേഷൻ ആയിരിക്കും, അല്ലാതെ പ്രവാചകൻ പറയാൻ പറ്റത്തില്ല. അതേ ഹാർട്ടാണ് ഇവിടെ ക്ലിയർ ചെയ്യുന്നത്. മുകളിലോട്ട് പോകുന്നതിന് ഈ ഹാർട്ടിനകത്ത് എന്തോ ചെയ്യണോ അത് ചെയ്തിട്ടുണ്ട്. ഈ മണ്ണ് നിറച്ചൊന്നില്ലേ, അത് മുകളിൽ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അള്ളാഹുവാണ് കൊണ്ടുപോകുന്നത്, പറഞ്ഞ സിസ്റ്റമാണ് കൊണ്ടുപോകുന്നത്. അപ്പം അതിന്റെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അത് അപ്പൊ അതെല്ലാം അതിന് പറയുമ്പോൾ അതിനകത്ത് വായിക്കുന്നുണ്ട് ഹദീസിനകത്ത്. അതെല്ലാം ഹാർട്ട് കയറിയതുണ്ട്, എന്നിട്ടാണ് മുകളിലോട്ട് കൊണ്ടുപോകുന്നതുണ്ട്. ഇനി അത് ഇന്നത്തെ മനുഷ്യന്റെ ഡാർക്ക് ബ്ലാക്ക് ഹോൾസിലൊക്കെ ലൈറ്റ് പോലും ബെൻഡ് ആവുമെന്ന് പറഞ്ഞാൽ ലൈറ്റിനെക്കാട്ട് സ്പീഡിൽ ബ്ലാക്ക് ഹോളിൽ കൂടെ പോകാൻ പറ്റും. ഏഞ്ചൽസ് വരുന്നത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ടക്കെന്ന് ഇവിടെ വന്ന് നിൽക്കും മുകളിൽ നിന്ന്. അള്ളാഹ് ആകാശ ലോകത്ത് നിന്നും അള്ളാഹുവിന്റെ രാജ്യം ഉണ്ടല്ലോ അവിടുത്തെ അള്ളാഹുവിന്റെ അർഷ്, അവിടെ നിന്ന് മലക്കളോട് വരുന്ന വളരെ പെട്ടെന്ന് ഇവിടെ വരും. അതുപോലെ തിരിച്ചു പോവുകയും ചെയ്യും. അവർ ലൈറ്റിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പിൽ അള്ളാഹ് വിചാരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റും. അത് ഇന്ന് സയൻസും അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഹോളിലെ ലൈറ്റിന്റെ ബെഞ്ച് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സ്പീഡിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് അത്ര ഫോഴ്സ് ഉള്ളതാണ്. ആ ഫോഴ്സിനകത്ത് കൊണ്ടുപോകാൻ പറ്റും അള്ളാഹുവിന്. ഷട്ടിൽ സർവീസ് നടത്തേണ്ടത് കളിയാക്കി എല്ലാം പറയുന്നുണ്ട് പുള്ളി. ഏത് നടത്തിയാലും ഈ സ്പീഡിനകത്ത് പറ്റും. അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ബോഡിക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അയ്യപ്പൻ ചോദിച്ച ചോദ്യം, സോറി അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ ആ ചോദ്യത്തിനകത്ത് ഉള്ള അർത്ഥം അതിനകത്ത് തന്നെ ഉണ്ട്. ഉത്തരം ഒരു ഭൗതിക ശരീരത്തിൽ അത്രയും ഫാസ്റ്റിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റും എന്നുള്ളതിന് എന്നെ അതേപോലെ അല്ല പോയത്, അതിനുള്ള ചില സെറ്റപ്പുകൾ ചെയ്തിട്ടാണ് കൊണ്ടുപോയെന്നുള്ള ആൻസറും ആ വായിച്ച ഹദീസിൽ തന്നെ ഉണ്ട്. അപ്പം അള്ളാഹ് വിചാരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റും. ബുറാക്കിലല്ല മുകളിലോട്ട് പോയത്, ഇവിടെ നിന്ന് ജെറുസലേം വരെയാണ് ബുറാക്കിൽ പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജിബ്രീലിന്റെ കൂടെയാണ് യാത്ര ചെയ്തത്. മലക്കൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. അപ്പം അള്ളാഹുവിനെയും മനുഷ്യനെ കൊണ്ടുപോകണമെങ്കിൽ അത് പറ്റും. പിന്നെ അതിനകത്തൊരു ചോദ്യം ചോദിക്കുന്നത് അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞു. അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നേ പറഞ്ഞില്ല, സംസാരിച്ചതിനെ എതിർത്തിട്ടില്ല.
അവിടെ പോയി ഏഴാം ആകാശത്ത് സിദ്ദത്തുൽ മുന്തഖ കഴിഞ്ഞിട്ട് ജിബ്രീലിനെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിട്ട് നേരെ സംസാരിച്ചെന്നുള്ള ഹദീസുകളുണ്ട്. കണ്ടില്ല എന്നുള്ളത് ആ സമയത്ത് കണ്ടിട്ടില്ല. അള്ളാഹുവിനെ ആരും കാണാൻ പറ്റത്തില്ല എന്നാണ് ഖുർആന്റെ ജഡ്ജ്മെന്റ്. ഖുർആൻ അത് പറഞ്ഞത് എല്ലാ കണ്ണുകളും അവന്റെ എല്ലാ കണ്ണിലേക്ക് അവന്റെ കണ്ണെത്തും, നമ്മുടെ കണ്ണ് അവിടെ എത്തത്തില്ല. അവനെ കാണാൻ പറ്റത്തില്ല, ഈ ലോകത്ത് കാണാൻ പറ്റില്ല. അത് ജഡ്ജ്മെന്റ് ഡേയിൽ മരിച്ച് എല്ലാവരും ഒരു പോകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ കാണാൻ പറ്റുക എന്നുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് കണ്ടില്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും പെണ്ണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. പോയിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ആശരി മേറാജിൽ പോയിട്ടില്ലെന്നോ അള്ളാഹുവായിട്ട് സംസാരിച്ചില്ല എന്ന് ആയിഷബി പറഞ്ഞില്ല. അപ്പം അത് തെറ്റിദ്ധരിപ്പിക്കലാണത്. കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. കണ്ടെന്നാരും പറഞ്ഞില്ല. അവിടെ വരെ പോയി സംസാരിച്ചു. അവിടെ പോയിട്ടാണ് നിസ്കാരം വാങ്ങിച്ചത്. നിസ്കാരത്തിനൊക്കെ കളിയാക്കി പറയുന്നുണ്ട്, 5 നേരം ഒന്നുകൂടെ പോയിരുന്നെങ്കിൽ അത് കുറയ്ക്കാമായിരുന്നു, ഞങ്ങൾക്ക് ബാങ്ക് വിളിയുടെ ശബ്ദം കേൾക്കാൻ വയ്യ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിലാപയാത്രയും അത് ഇത് ബന്ധുബോസിന്റെ അടിച്ച് പാട്ടുപാടി ചാടിക്കൊണ്ട് പോകുന്ന ഞായറാഴ്ചകളിൽ വീട്ടിലെ അടുത്തുപോലെ നമുക്ക് താമസിക്കാൻ വയ്യ. അത്ര ബഹളവും ചാട്ടവും കൂത്തും പാട്ടും ഒക്കെ നടക്കുന്നു. അതെല്ലാം സഹിക്കുന്നില്ല നമ്മൾ. ഇതൊരു 2 മിനിറ്റുള്ള, അതുകൊണ്ട് എത്ര പേര് ആൾക്കാർ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, എത്ര നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്. ഈ ബാങ്ക് വേണ്ടി കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് നടക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഒരുപാട്. അതുകൊണ്ട് പ്രയോജനം, നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ചെവി പൊട്ടിപ്പോകുന്നതല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ പാട്ടുണ്ട്. പിന്നെ ശാപപ്രാർത്ഥന നടക്കുന്നത്, എവിടെ ശാപപ്രാർത്ഥന നടത്തുന്നത്? ഇത് സ്ഥിരമായിട്ട് ഇവർ പറയുന്നത് കണ്ടോ. എവിടെ ശാപപ്രാർത്ഥന നടത്തിയതിനകത്ത്? ബാങ്കിനകത്ത് എന്താണ് ശാപപ്രാർത്ഥന? നിങ്ങൾ നേർവഴിക്ക് വരുമെന്ന് പറയുന്നു. നേരായ വഴി ഞങ്ങളെ നയിക്കുമെന്ന് ഫാത്തിഹയിലും ഉണ്ട്. നേരായ വഴിയിൽ ഞങ്ങൾക്ക് നയിക്കൂ, അള്ളാഹുവിന്റെ ശാപം ഏറ്റവും പാതയിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ എന്നുണ്ട്. ആരെയും ശപിച്ച് നിങ്ങളെല്ലാം നേരായ പാതയിൽ നിന്ന് മാറ്റുന്നല്ല പറയുന്നത്. ഞങ്ങളെ അങ്ങനെ ആക്കല്ലേ എന്നാണ് പറയുന്നത്. ചിലവർ അള്ളാഹുവിനെ ധിക്കരിച്ചു, അള്ളാഹുവിന് പുത്രനുണ്ടോന്ന് പറഞ്ഞു, മനുഷ്യനെ ദൈവമാണെന്ന് പറഞ്ഞു. അത് അവരുടെ അഹങ്കാരം. അത് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. അങ്ങനെ ചെയ്ത ആൾക്കാർ അള്ളാഹു ശപിക്കും. ശപിക്കാതെ എന്ത് ചെയ്യും? അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് പറഞ്ഞ് സമ്മതിക്കും. ഒരു മനുഷ്യനെ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ ഒരു മനുഷ്യനെടുത്തിട്ട് ഇതാണ് യേശു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ സത്യമായ ദൈവം, ഏകനായ ദൈവം, ഈ സൃഷ്ടാവായ ദൈവം ഉള്ളപ്പോൾ ആ ദൈവത്തിന് എതിരായിട്ട് മറ്റൊരു ഇവിടെ ഉള്ളൊരു നമ്മളെ പോലെ ജീവിച്ച് മരിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ജീവിച്ച് നമ്മളെ പോലെ ഉണ്ട് കഴിച്ച് ഉറങ്ങി ജീവിച്ച ഒരു മനുഷ്യനെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ശാപം അള്ളാഹുവിന്റെ മുകളിൽ ഉണ്ടാവും. അള്ളാഹുവിന്റെ പറഞ്ഞു ആരായാലും മുസ്ലിം ആയാലും അള്ളാഹുവിന്റെ ഇത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശാപം അള്ളാഹുവിന്റെ ഇത് കിട്ടത്തില്ല. അത് അല്ലാഹ് പറയുന്നത് കേൾക്കുന്നത് എതിർക്കുന്നു. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് മുസ്ലിംസ് ആയി പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് കിട്ടും. ഇതിന് മുമ്പുള്ള ആൾക്കാർ യഹൂദന്മാർ അള്ളാഹുവിനെ എതിർത്തു, ഒരുപാട് നബിമാരെ കൊന്നു. ആ പേരിൽ അവർ ശാപം ഏറ്റിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾ വഴിതെറ്റി പോയിട്ടുണ്ട്. അള്ളാഹുവിന് പുത്രനുണ്ടോ എന്നുള്ള തത്വം ഉണ്ടാക്കിയവർ അള്ളാഹുവിന് പുത്രനുണ്ടോ എന്ന് പറഞ്ഞു, അതിനെ ആരാധിച്ചു മനുഷ്യനെ ദൈവമായിട്ട് ആരാധിച്ചു. ആ പേരിൽ അവർ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ വഴിയിലാക്കല്ലേ എന്നേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളെ ശപിക്കണോ ആരെങ്കിലും ശപിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇവർ തെറ്റിദ്ധരിക്കും. ശാപപ്രാർത്ഥനയാണ്, എല്ലാവരും നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ നശിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളെ നേർവഴിയിൽ നയിപ്പിക്കണേ, ഞങ്ങളെ തെറ്റായ വഴിയിൽ നയിക്കല്ലേ, മുമ്പുള്ള ആൾക്കാർ തെറ്റിപ്പോയാണെങ്കിൽ ഞങ്ങളെ ആക്കല്ലേ എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതേ ഉള്ള അതിനകത്ത് അതും തെറ്റിദ്ധരിപ്പിക്കലാണ്. പിന്നെ ഇതിന് തെളിവ് എന്താന്നുള്ളത്, ഈ പോയിട്ട് വന്നൊരു തെളിവില്ല എന്നുള്ളത് ഒരു ഹദീസിൽ തന്നെ ഉണ്ട്. തെളിവ് എന്താന്ന് വെച്ചാൽ, പോയിട്ട് വരുമ്പോൾ മെഹറാജിന് പോയിട്ട് വന്നിട്ട് അബൂജഹലിന്റെ അടുത്ത് ഇത് ആൾക്കാരുടെ അടുത്ത് പറയാൻ പ്രവാചകന് തന്നെ ഒരു ഇത് തോന്നും, ഇത് ആൾക്കാർ വിശ്വസിക്കത്തില്ല എന്ന് പറയും. തീർച്ചയായിട്ടും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്നുള്ള കറക്റ്റാണ്. ആ സമയത്ത് അബൂജഹൽ വന്നിട്ട് ചോദിക്കും, എന്താ എന്റെ വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഉണ്ട്, ഇന്നലെ നാത്തിങ്ങനെ സംഭവം നടന്നു എന്ന് പറയും. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇത് കേട്ട് ഞാൻ ആൾക്കാർ വിശ്വസിക്കത്തില്ല എന്നുള്ളത്. അപ്പൊ അപ്പോൾ പറയും, അബൂജഹൽ പറയും, അങ്ങനെ ഞാൻ ആൾക്കാരെ കൊണ്ടുവരാം, അവരുടെ അടുത്തും കൂടെ ഇത് പറയുമോ? ശരി, കൊണ്ടുവരാൻ പറയും. അപ്പോൾ അബൂജഹൽ കൊള്ളാം, നല്ല ചാൻസ്, ഇത് പറയുമ്പോൾ ആൾക്കാർ കൊണ്ടുവരും, ഇസ്ലാം വിട്ട് പോകും, ഇത് ആരും വിശ്വസിക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് പറയാൻ പറയും. അപ്പോൾ പ്രവാചകൻ നടന്നെല്ലാം പറയും. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ പ്രവാചകൻ ഇവിടെ പോയിട്ടുമില്ല, ഈ ബൈത്തുൽ മുഖദ്ദിസിലോട്ട് പ്രവാചകൻ പോയിട്ടില്ല. അവിടെ പോയിട്ട് വന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അവർ ചോദിക്കും ആ പള്ളിയുടെ ഓരോ ഫീച്ചേഴ്സ്, എത്ര കഥവുണ്ട്, എത്ര ജനമുണ്ട്, എത്ര തൂണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ പോയിട്ട് വന്ന ആളാണെങ്കിലും ആരായാലും നമുക്കായാലും ഒരു പള്ളി ഒരിക്കൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ അള്ളാഹു അത് എടുത്ത് കാണിച്ചു പ്രവാചകന്. അവർ ചോദിക്കുക ഓരോന്നും, ഈ കാണൽ എന്താണ്, ആ മൂലയ്ക്ക് എന്താണ്, ഈ തൂണ് എങ്ങനെയാണ്, ഓരോന്ന് ചോദിക്കുക അള്ളാഹു എടുത്ത് കാണിക്കുമ്പോൾ പ്രവാചകൻ നേരെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് കേട്ട് കുറച്ച് പേര് വിശ്വസിച്ചു. കുറച്ച് പേര് ഇത് വിശ്വസിക്കാതെ പോയ ആൾക്കാരുണ്ട്. അപ്പൊ ഈ സംഭവം ഫുള്ളായിട്ട് കേൾക്കാത്ത ആൾക്കാർ, ഇസ്ലാം വിട്ട് പോയ ആൾക്കാരും അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഈ ഹിജ്റത്തിന് മുമ്പാണ് നടക്കുന്നത്. അള്ളാഹു ക്ലിയർ ഖുർആനിൽ പറയുന്നുണ്ട്. അത് വേർതിരിക്കാനാണ്. ശരിക്കും ഈമാൻ കൊണ്ടവരാരാണ്? അല്പമായി ഈമാൻ കൊണ്ട ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ പോകുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് ബേസിൽ ഇസ്ലാം ഉണ്ടാവേണ്ടതാണ്. പകുതി വിശ്വാസം കാൽ വിശ്വാസമായിട്ട് വന്ന ആൾക്കാർ വന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ചുമ്മാ പേരിന് വിശ്വസിച്ച ആൾക്കാർക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പേര് ഇസ്ലാം തന്നെ വിട്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് കേട്ട ഉടനെ ഞാൻ വിശ്വസിച്ചു, തീർച്ചയായും ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ട് സിദ്ദീഖ് എന്നുള്ള പേരും അബൂബക്കറിലാണ് അവിടെ നിന്ന് വരുന്നത്. ബാക്കി കുറെ പേര് വിശ്വസിച്ചു. അങ്ങനെ അവരുമായിട്ടാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഹിജ്റത്ത് നടക്കുന്നത്. അവരെ കൊണ്ടാണ് മദീനയിലോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് അവിടെയാണ് ഇസ്ലാമിക് സാമ്രാജ്യം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇതിന് പ്രൂഫ് ഇതാണ്. ആൾക്കാർ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു പറയുകയും ചെയ്തു. പിന്നെ ഇത് അന്ന് ബൈക്കിൽ മുഖദ്ദസ് ഇല്ലായിരുന്നു, ഉമർ അലിയുടെ കാര്യത്തിലാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു. അതല്ല, ഉണ്ടെന്നുള്ളതാണ് ഈ ഹദീസ്. ഇതും ചരിത്ര ബുക്കാണ്, ആധികാരികമാണ്. ഏത് ചരിത്ര ബുക്കിനെ കാട്ടി ആധികാരികത കൂടിയതാണ് ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ. വെച്ചാൽ ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, അയാൾ ആരാണ്, പറഞ്ഞ ആളാരാണ്, സാഹിബിമാർ ആരാണ്, ഒരു ഹിസ്റ്ററി എല്ലാം ഇത് ചെയ്തിരുന്നു. അപ്പോൾ അതും ഒരു ഹിസ്റ്ററിയാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഡാമേജ് ആയിരുന്നു, അത് ഓക്കെ, ഫുള്ളായിട്ട് ഇല്ലായിരുന്നു, ഡാമേജ് ആയിരുന്നു. അവിടെ തന്നെയാണ് പ്രവചനം പോയത്. ഖുറാനും അത് ശരിവെക്കുന്നുണ്ട്, ഹദീസിലും അതുണ്ട്. ഹദീസിലെ നമ്പർ ഞാൻ പറയാം. അപ്പം ഇത് വെച്ച് നോക്കുമ്പോഴും ആ സംഭവം ശരിയാണ്. അപ്പം എങ്ങനെ വെച്ച് നോക്കിയാലും അനിൽകുമാർ അയ്യപ്പൻ്റെ ഒരു വാദവും ആ വീഡിയോയിൽ പറഞ്ഞ ഒരു വാദവും നിലനിൽക്കത്തില്ല. ഒരു മിറക്കൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനുള്ള ലോജിക്ക് അനിൽകുമാർ അയ്യപ്പൻ്റെ അടുത്തത് വളരെ ബാലിശമായി പോയി. ആത്മീയത അല്ലെങ്കിൽ ഒരു സ്കോളർലി വർക്കോ എടുക്കുന്ന ഒരാൾക്ക് ഇത്രയും താഴ്ന്നു പോകുന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഭയങ്കരമാണ്, അതാണ് ഇതാണ്. പക്ഷേ ഇതാണ് അവരുടെ ലെവൽ. ഭയങ്കര സത്യമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അതേസമയം നമുക്ക് അങ്ങനെ സ്കോളർലി ഒന്നും അല്ലെങ്കിലും സാധാ ബുദ്ധിയുണ്ട്, ഇസ്ലാമിൻ്റെ തെളിഞ്ഞ ബുദ്ധിയുള്ളതുകൊണ്ട് നമുക്കത് ഒരു കാര്യങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യണമെന്നുള്ളത് ആ ബുദ്ധി നമുക്ക് ഉണ്ട്. ഒരു ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന മാനദണ്ഡം എന്താണെന്നുള്ളത് ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് സയൻസ് പറഞ്ഞു, അന്നത്തെ ആൾക്കാർ കോൺട്രഡിക്ട് ചെയ്തോന്ന് പറഞ്ഞു, ആ പറഞ്ഞ പ്രൂഫ് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു. ഖുറാൻ അതിനകത്ത് പറയുന്നുണ്ട്. ഖുറാൻ്റെ ഒരു ആധികാരികത എന്ന് വെച്ചാൽ അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് ഖുറാനാണെന്ന് പറഞ്ഞു. അത് വാമൊഴിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു ചെയിൻ പോലെ, ചങ്ങല കണ്ണി പോലെ അന്ന് മുതൽ ഇന്ന് വരെ കോടാനുകോടി ആളുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഒരു ബുക്കാണ് ഖുറാൻ. അതൊന്നും ബൈബിളിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് ആരാന്ന് എഴുതിയില്ലെന്നല്ല. അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും ഖുറാൻ്റെ കഥകൾ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞ ആ മിറക്കളാണ് 100% വിശ്വസനീയം. ബൈബിളിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഹദീസ് നമ്പർ കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ നിർത്താം. നേരത്തെ പറഞ്ഞ സംഭവത്തിന്റെ ഹദീസ് നമ്പർ ബുഖാരിയിൽ 3886, മുസ്നദ് അഹമ്മദിൽ 2819. അതായത് ആൾക്കാർ ചോദിക്കുന്നത് കണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ കറക്റ്റായിട്ട് പ്രവചനം പറയും. ആ ഹദീസ് ഇതാണ്, ഇതാണ് തെളിവ്, പോയിട്ട് വന്നു എന്നുള്ളതിൻ്റെ. അപ്പം ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോളജിറ്റുകളുടെ ചോദ്യങ്ങൾക്ക് വലിയ കാര്യമായിട്ട് പൊക്കിക്കൊണ്ടുവരുന്നതിനൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളതും അവരുടെ സ്റ്റാൻഡാണ് വീക്ക്. അവരുടെ ലോജിക്കും അവരുടെ ബുക്കും അവരുടെ മിറക്കിൾസും അവർ പറയുന്നത് ഒരു തരത്തിലും ലോജിക്കുമല്ല. ഇസ്ലാമിൻ്റെ ആ ഉന്നതമായ എന്താണ് നമ്മുടെ സയൻസ്, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ഇല്ലെന്ന് നമ്മൾ സ്വീകരിക്കാൻ വെച്ചിരിക്കുന്ന സയൻസിൻ്റെയും അതിൻ്റെ പവിത്രതയ്ക്കും അടുത്ത് എങ്ങും എത്തത്തില്ല. പക്ഷേ അവർ ഗീർവാണം മുഴക്കിക്കൊണ്ടേയിരിക്കും. അത് മുഴക്കട്ടെ. ഇൻഷാല്ലാ അള്ളാഹുവിന് ഈ ദീൻ എങ്ങനെ ആൾക്കാർ എത്തിക്കണമെന്നറിയാം. ആ രീതിയിൽ എത്തുക തന്നെ ചെയ്യും. അസത്യം തോൽക്കുക തന്നെ ചെയ്യും. ഇസ്ലാം സത്യമാണ്, ഇസ്ലാം ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.